وما النصر إلا من عند الله العزيز الحكيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, നിക്കാഹുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു വച്ചത്. ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ട വിലക്കപ്പെട്ട നിക്കാഹുകൾ അവ ഏതെല്ലാമാണ് എന്നതാണ് കഴിഞ്ഞ തവണ നാം പറഞ്ഞത്. ഈ തവണ ഇസ്ലാമിൽ നിക്കാഹിൻ്റെ വിവാഹത്തിൻ്റെ ആമുഖമായി നിശ്ചയിക്കപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. വിവാഹത്തിന് മുൻപ്, നിക്കാഹിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നും ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ ഭാവി ഭർത്താവിനെയാകട്ടെ ഭാര്യയാകട്ടെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ ജീവിതത്തിൽ ഇണയായി വരാനിരിക്കുന്ന സ്ത്രീയെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മക്കളോട് പിതാവിനുള്ള ബാധ്യതകൾ എന്തെല്ലാമാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞതായി കാണാം, തനിക്ക് ലഭിക്കാനിരിക്കുന്ന കുട്ടികൾ അവർക്ക് നല്ല ഉമ്മയെ തിരഞ്ഞെടുക്കുക എന്നത് ഒരു പിതാവിൻ്റെ ബാധ്യതയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ എന്നോടൊപ്പം രഹസ്യത്തിലും പരസ്യത്തിലും വീട്ടിലും പുറത്തുമെല്ലാം എൻ്റെ മിക്ക കാര്യങ്ങളിലും പങ്കുചേരുന്ന എൻ്റെ ഇണ, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, അവർ എപ്രകാരമുള്ളവരായിരിക്കണമെന്നതിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിൽ ഇസ്ലാം നിർദ്ദേശിച്ച മഹത്തരമായ ഉപദേശങ്ങൾ ഉണ്ട്. രണ്ടു ഭാഗത്തു നിന്നും, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, രണ്ടുപേരിലും അടിസ്ഥാനപരമായി പരിഗണിക്കേണ്ട കാര്യം ഏറ്റവും സുപ്രധാനമായ രണ്ട് അടിസ്ഥാനങ്ങളാണ്. ഒന്ന്, അവർ ദീന് പുലർത്തുന്ന കാര്യത്തിൽ എങ്ങനെയാണ്. ഭാര്യയാകട്ടെ അല്ലെങ്കിൽ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ദീനിന്റെ കാര്യത്തിൽ അവരെങ്ങനെയാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം സ്വഭാവമാണ്. അവളുടെ പെരുമാറ്റം എങ്ങനെയാണ്, അവന്റെ പെരുമാറ്റം എങ്ങനെയാണ്, ആളുകളോട് ഇടപഴകുന്ന രൂപം എന്താണ്. ഇത് രണ്ടും ഒരു വ്യക്തിയെ പരിഗണിക്കാനുള്ള അടിസ്ഥാനപരമായ അളവുകോലുകളാണ്. ഒന്ന്, ദീന് എങ്ങനെയുണ്ട്, നിസ്കാരമുണ്ടോ, അതുപോലെ അവൻ്റെ നടത്തവും കൂട്ടുകാരും ഒക്കെ എന്താണ്. രണ്ട്, അവൻ്റെ സ്വഭാവം എന്താണ്, ആളുകളോടുള്ള പെരുമാറ്റം എന്താണ്. ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇണയെ തിരഞ്ഞെടുക്കേണ്ടത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ കാര്യത്തിൽ അവരെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ പൊതുവെ ജനങ്ങൾ പരിഗണിക്കുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾ അവ നോക്കിക്കൊണ്ട് ആളുകൾ സ്ത്രീകളെ വിവാഹം കഴിക്കാറുണ്ട്. ലിമാലിഹ, അവളുടെ സമ്പത്ത് കാരണത്താൽ, വലി ജമാലിഹ, അവളുടെ ഭംഗി കാരണത്താൽ, വലി ഹസബിഹ, അവളുടെ തറവാട് കാരണത്താൽ, വലി ദീനിഹ, അവളുടെ ദീൻ കാരണത്താൽ. ഈ 4 കാര്യങ്ങൾ പൊതുവെ ജനങ്ങൾ നോക്കുന്ന കാര്യങ്ങളാണ് ഒരു സ്ത്രീയുടെ കാര്യത്തിൽ. അവളുടെ ഭംഗി, സമ്പത്ത്, തറവാടിത്തം, അവളുടെ ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളവളെ തിരഞ്ഞെടുക്കാൻ നീ ശ്രദ്ധിക്കുക, അവളെ നീ കൈപ്പിടിയിലാക്കുക. തരിബത് യദാക്, തരിബത് യദാക് എന്ന വാക്ക് അറബിയിൽ ഉദ്ദേശിക്കുന്നത് നിനക്ക് കുറച്ച് പ്രയാസമുണ്ടായാലും എന്ന അർത്ഥത്തിലാണ്. നിന്റെ കയ്യിൽ മണ്ണ് പുരണ്ടാലും എന്ന ഉദ്ദേശത്തിലാണ് അതിന്റെ ഭാഷാർത്ഥം. പണ്ഡിതന്മാർ പറഞ്ഞു, തരിബത് യദാക് എന്നത് പ്രോത്സാഹനമാണ്. അവളുടെ ദീനിന്റെ കാര്യത്തിൽ പരിഗണിച്ചുകൊണ്ട് അവളെ നീ തിരഞ്ഞെടുത്താൽ നിനക്ക് അതിൽ വലിയ നന്മയുണ്ടായിരിക്കും എന്ന പ്രോത്സാഹനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ വളരെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ദീൻ എന്നത്. കാരണം ദീൻ ഇല്ലെങ്കിൽ മറ്റ് നന്മകളൊക്കെ വെറുതെയാകും. ദീനുണ്ടെങ്കിലാകട്ടെ മറ്റു നന്മകളെല്ലാം അതോടൊപ്പം ലഭിക്കുന്ന കൂടുതൽ ഖൈറുകളാണ്. അവളുടെ ഭംഗി കുറച്ചു കഴിഞ്ഞാൽ കുറയും. എത്ര വലിയ ഭംഗിയുള്ളവളാണെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞാൽ അത് കുറയും. സമ്പത്ത് അത് നഷ്ടപ്പെട്ടു പോയേക്കാം. തറവാടിത്തം, ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും മോശത്തരം ചെയ്താൽ അത് ആ തറവാടിനെ ബാധിക്കും. എന്നാൽ ദീൻ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ അത് നിലനിൽക്കുന്ന കാര്യമാണ്, പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വലഅമതു മുഅ്മിനത്തുൻ ഖൈറുൻ മിൻ മുശ്രികത്തിൻ വലൗ അഅജബത്കും, ശിർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയേക്കാൾ നിങ്ങൾക്ക് നല്ലത് മുഅ്മിനത്തായ ഈമാനുള്ള സ്ത്രീയാണ്. വലൗ അഅജബത്കും, ശിർക്ക് ചെയ്യുന്നവൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും, അവളുടെ സമ്പത്ത്, അവളുടെ അധികാരം, അവളുടെ തറവാടിത്തം, അവളുടെ ഭംഗി, ഇതൊക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ദീനുള്ളവളാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ, അതിൽ ദീനിനാണ് മുൻഗണന നൽകേണ്ടത്. എന്നാൽ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം മറ്റു 3 കാര്യങ്ങൾ പരിഗണിക്കേണ്ടതേ ഇല്ല എന്നല്ല. ഒരാൾക്ക് അവ പരിഗണിക്കാം. കാരണം അവ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയിൽ ഇഷ്ടവും താല്പര്യവും വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവളുടെ ഭംഗി, ചില ആളുകൾ ചിലപ്പോൾ തീർത്തും ഭംഗിയില്ലാത്ത, അതല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ ഇതാ ഞാൻ ദീനിന്റെ പേരിൽ കല്യാണം കഴിക്കുകയാണ് എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കും. പിന്നെ അയാൾക്ക് വിവാഹം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കപ്പെടുന്നത് അതിൽ പലതും അവളെ കൊണ്ട് സാധിക്കാതെ വരും. അത് അവന്റെ ദീനിനെയും ബാധിക്കും, അവളെ ദീനിനെയും ബാധിക്കും. അതിനേക്കാൾ നല്ലത് അവൻ ദീനിനോടൊപ്പം അവന് അനിവാര്യമായി വേണ്ട കാര്യങ്ങൾ അവളിൽ ഉണ്ടോ എന്ന് പരിഗണിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ എവിടെയും മറ്റു കാര്യങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന്, ഒരാൾ താലിബുൽ ഇൽമാണ്, ദീൻ പഠിക്കുന്ന ആളാണ്. കുറച്ച് സമ്പത്തുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അത് അവന് ചിലപ്പോൾ മതപഠനത്തിൽ സഹായകരമായേക്കാം. കുറച്ചാളും കൂടി പഠിക്കാൻ അവന് എളുപ്പം കിട്ടിയേക്കാം. അതല്ലെങ്കിൽ അവളുടെ ഭംഗി അവനെ ആ വിവാഹത്തിൽ കൂടുതൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സഹായിച്ചേക്കാം.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാം, പക്ഷേ അതുമാത്രമാകരുത് പരിഗണന. അതല്ല ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ദീനാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അവ പരിഗണിക്കാവുന്നതാണ്. അതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകൾ തന്നെയാണ്. ഒരിക്കൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ധാരാളം പെങ്ങന്മാരെ, അദ്ദേഹത്തിന്റെ പിതാവ് മരിക്കുന്ന ഉഹദ് യുദ്ധത്തിലാണ് ജാബിർ ഇബ്നു അബ്ദുല്ലയുടെ പിതാവ് മരിക്കുന്നത്. ജാബിറിന്റെ കീഴിൽ ധാരാളം പെങ്ങന്മാരെ, ചെറിയ പെൺകുട്ടികളെ ബാക്കി നിർത്തിക്കൊണ്ടാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മരിക്കുന്നത്. മരിക്കുന്നതിന് മുൻപ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹ് അദ്ദേഹത്തോട് വസിയ്യത്ത് ചെയ്തിരുന്നു പെൺമക്കളെ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച്. അങ്ങനെ പിതാവ് മരണപ്പെട്ടപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിവാഹം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജാബിറിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഹൽ തസവ്വജ്ത ബിക്റൻ അം സയ്യിബൻ? ജാബിർ, നീ വിവാഹം കഴിച്ചത് കന്യകയെയാണോ അതല്ല വിവാഹം കഴിച്ച് വിധവയായ സ്ത്രീയെയാണോ? ബിഖർ എന്ന് പറഞ്ഞാൽ കന്യക, കല്യാണം കഴിക്കാത്ത സ്ത്രീ. സയ്യിബ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചതിന് ശേഷം തലാഖ് ചൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ ഭർത്താവ് മരിക്കുകയോ ചെയ്ത സ്ത്രീയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, തസവ്വജ്തു സയ്യിബൻ, വിധവയെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കാൻ, ഹല്ലാ തസവ്വജ്ത ബിക്റൻ തുലാഇബുഹാ വതുലാഇബുക? നിനക്കൊരു കന്യകയെ വിവാഹം കഴിച്ചുകൂടായിരുന്നോ? നിനക്കും അവൾക്കും പരസ്പരം തമാശ പറഞ്ഞിരിക്കാൻ, ആസ്വദിക്കാൻ അങ്ങനെയായിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു. പൊതുവെ അറിയപ്പെടുന്ന കാര്യമാണ്. ബിഖർ, കന്യകയായ ചെറിയ പെൺകുട്ടികൾ, അവർ വിവാഹം കഴിച്ചാൽ അവർ വിവാഹം കഴിക്കുന്നത് കൂടുതൽ ആസ്വദിക്കാൻ, സന്തോഷകരമായ രൂപത്തിൽ ജീവിതം മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. നിനക്ക് ഒരു കന്യകയെ വിവാഹം കഴിച്ചുകൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നബിയെ, പെങ്ങന്മാരുണ്ട്, അവരെ നോക്കാൻ, അവരെ ശ്രദ്ധിക്കാൻ, അവരെ വളർത്താൻ വേണ്ട ഒരു പെൺകുട്ടിയെയാണ് ഞാൻ നോക്കിയത്. അതുകൊണ്ടാണ് ഞാൻ വിധവയെ കല്യാണം കഴിച്ചത്. കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസബ്ത, നീ ചെയ്തത് ശരിയാണ്. അപ്പൊ നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് കന്യകയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതിൽ എന്തിനുള്ള സൂചനയുണ്ട്? ദീനിനോടൊപ്പം ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാം, അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നതിനുള്ള സൂചനയുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ ദീന് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എത്രയോ പേരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. കല്യാണം കഴിക്കും, തീരെ ഭംഗിയില്ലാത്ത കുട്ടിയോ അല്ലെങ്കിൽ അവന് പ്രയാസമുണ്ട് എന്ന് അവൻ തന്നെ മനസ്സിലാവുന്ന കുട്ടിയായിരിക്കും. തുടക്കത്തിൽ വലിയ ആവേശത്തിലും മറ്റും പറയും, ഞാൻ ദീനാണ് നോക്കുന്നത്, എനിക്ക് വേറെ ഒന്നും വേണ്ടയില്ല. കല്യാണം കഴിച്ചു കുറച്ച് മുന്നോട്ട് പോയാൽ അവന്റെ ആവേശം അങ്ങ് തണുക്കും. ചില സ്ത്രീകൾ പറയാറുള്ളത്, അവരുടെ പരാതിയായി പറയാറുള്ളത്, ധാരാളം തവണ തലാഖ് ചെല്ലും, ഉപദ്രവിക്കാറുണ്ട്, എന്നെ ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ നീ ആ പെൺകുട്ടിയോട് ദുൽമ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിനേക്കാൾ നല്ലത് നിനക്ക് അനുയോജ്യമായ രൂപത്തിൽ ജീവിക്കാൻ കഴിയുന്ന പെൺകുട്ടിയെ വിവാഹം ആലോചിക്കുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭംഗി, അതുപോലെ തറവാട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ദീനാണ്. നല്ല ദീനുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ അവൾ നിനക്ക് അനുയോജ്യയാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, ചില കുഫുകൾ യോജിച്ചിട്ടില്ലെങ്കിൽ പോലും അവൾക്ക് മുൻഗണന നൽകേണ്ടതുണ്ട്. ഇതിന് തെളിവാക്കാവുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹിയോട് ചില സഹാബികൾ ചോദിച്ചു, അയ്യുൻ നിസാഇ ഖൈറുൻ? നബിയെ, വിവാഹം കഴിക്കാൻ ഏറ്റവും നല്ല സ്ത്രീ ഏതാണ്? വിവാഹം കഴിക്കാൻ അന്വേഷിക്കേണ്ട പെൺകുട്ടി, അവൾക്കുണ്ടായിരിക്കേണ്ട സ്വഭാവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലതി തസുറുഹു ഇദാ നദർ. ഭർത്താവ് നോക്കിയാൽ അയാൾക്ക് സന്തോഷമുണ്ടാകുന്ന
സ്ത്രീ, അവളാണ് നല്ല പെൺകുട്ടി. അപ്പം നോക്കിയാൽ സന്തോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഭംഗിയിലേക്കുള്ള സൂചനയാണ്. നോക്കിയാൽ അയാളുടെ കണ്ണിന് റാഹത്തുണ്ടാകുന്ന, അയാൾക്ക് സന്തോഷം നൽകുന്ന ഭംഗിയുള്ള പെൺകുട്ടി. അല്ലതി തസുറുഹു ഇദാ നദർ വ തുതീഉഹു ഇദാ അമർ, അയാൾ കൽപ്പിച്ചാൽ അനുസരിക്കുന്ന പെൺകുട്ടിയാണ്. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്, തൻ്റെ നഫ്സിന്റെ കാര്യത്തിലും അവളുടെ സ്വന്തം കാര്യത്തിലും അവളുടെ സമ്പത്തിന്റെ കാര്യത്തിലും ഭർത്താവിന് അനിഷ്ടമുണ്ടാക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാത്തവളാണ്. 3 കാര്യം പറഞ്ഞു. നോക്കിയാൽ സന്തോഷമുണ്ടാകും, അതുപോലെ തന്നെ അവൾ അനുസരിക്കുന്നവളാണ്, അതോടൊപ്പം തൻ്റെ സമ്പത്തിലും ശരീരത്തിലും ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാത്തവളാണ്. അപ്പം ഇതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനോടൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്ന സൂചന നൽകുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നമ്മൾ മുൻപ് പറഞ്ഞ ഹദീസാണ്, മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഒരാൾ റസൂലുള്ളാഹിയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഇതാ എനിക്ക് നല്ല ഭംഗിയുള്ള വലിയ തറവാടിത്തമുള്ള ഒരു സ്ത്രീ കല്യാണാലോചനയുമായി വന്നിട്ടുണ്ട്. പക്ഷേ ഫഇന്നഹ ലാ തലിദ്, അവൾ പ്രസവിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ മച്ചി എന്നറിയും, കല്യാണം കഴിച്ചാൽ പ്രസവിക്കാത്ത പെൺകുട്ടിയാണ്. അഫ അതസവ്വജുഹ, ഞാൻ അവൾ വിവാഹം കഴിച്ചു കൊള്ളട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നീ അവൾ വിവാഹം കഴിക്കരുത്. അയാൾ വീണ്ടും വന്ന് ചോദിച്ചു, നബി വീണ്ടും സമ്മതിച്ചില്ല. വീണ്ടും വന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജു അൽ വലൂദ അൽ വദൂദ്, ധാരാളമായി പ്രസവിക്കുന്ന, ധാരാളമായി സ്നേഹിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ കല്യാണം കഴിക്കുക. മുൻപ് ഇത് നമ്മൾ പറഞ്ഞതാണ്. ധാരാളം പ്രസവിക്കുന്നത് മനസ്സിലാവുക, ഒന്നല്ലെങ്കിൽ അവളെ ഉമ്മാനെ നോക്കുക, ഉമ്മാക്ക് എത്ര കുട്ടികളുണ്ട്, അവളുടെ പെങ്ങന്മാരെ നോക്കുക, ഇതൊക്കെ പ്രസവത്തിലേക്ക് സൂചന നൽകണം. ഇന്നത്തെ കാലത്ത് പൊതുവെ പ്രസവിക്കാൻ കഴിവുണ്ടെങ്കിൽ ആളുകൾ പ്രസവം നിർത്തും, അത് വേറെ വിഷയമാണ്. പൊതുവെ അവരുടെ കുടുംബത്തിൽ പ്രസവം ധാരാളമായി പ്രസവിക്കുന്ന സ്ത്രീകളാണ് എങ്കിൽ അവരുടെ മക്കൾ പൊതുവെ അങ്ങനെ തന്നെ ആയിരിക്കും, പ്രസവിക്കാനുള്ള ശേഷി ഉണ്ടാവും. തസവ്വജുൽ വലൂദ് അൽ വദൂദ്, ധാരാളമായി സ്നേഹിക്കുന്ന, ഇപ്പം എങ്ങനെ സ്നേഹിക്കുന്നത് മനസ്സിലാവുക? അവളുടെ കൂട്ടുകാരികളെ അല്ലെങ്കിൽ അവൾ ചേർന്ന് നടക്കുന്നവരെ നോക്കിയാൽ മതി. അവരുടെ സ്വഭാവം എന്താണ്, ഏതാണ്ട് അതേ സ്വഭാവത്തിലായിരിക്കും ആ പെൺകുട്ടി ഉണ്ടാവുക. ആരുമായിട്ടാണോ അവളുടെ കൂട്ട്, അവളുടെ സ്വഭാവത്തിലായിരിക്കും പൊതുവേ ആ പെൺകുട്ടി ഉണ്ടായിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഓർമ്മപ്പെടുത്തി. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് പ്രസവിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കോ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ള ആളാണോ, അതുപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ നാട്ടിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. കല്യാണം കഴിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷേ പോയി കല്യാണം കഴിക്കും, തിരക്ക് കൂട്ടി പോയി എടുത്തു ചാടും. എന്നിട്ട് ആ പെൺകുട്ടിയെയും അവരുടെ കുടുംബത്തെയും പ്രയാസത്തിലാക്കുന്ന എത്രയോ പേരെ കാണാം. ഈ എടുത്തുചാട്ടം നമുക്ക് സംഭവിക്കാൻ പാടില്ല. നീ 70 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ, അത്രയും കാലം ഈ സ്ത്രീയും ജീവിക്കുകയാണെങ്കിൽ, അത്രയും കൊല്ലം നീ അവളൊപ്പം ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് ചിന്തിച്ചും ആലോചിച്ചുമായിരിക്കണം വിവാഹത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുക. പണ്ഡിതന്മാർ വിവാഹം ആലോചിക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീകൾക്കുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ, മേന്മകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, അലമാക്കൾ അവരുടെ വാക്കുകളിൽ കാണാം, ഇഹ്ദർ നിക്കാഹ ഖംസത്തിൻ, 5 വിഭാഗം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് നീ സൂക്ഷിക്കുക. ഇത് വിവാഹം കഴിക്കുന്നവർക്ക് ബാധകമാണ്. വിവാഹം കഴിച്ച ആളുകളാണെങ്കിൽ സ്ത്രീകൾ ഈ പറഞ്ഞ കാര്യം അവനവൻ്റെ അടുത്തുണ്ടോ എന്ന് പരിശോധിക്കുക. ഇഹ്ദർ നിക്കാഹ ഖംസ, 5 വിഭാഗം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ആരൊക്കെയാണ് ഈ 5 വിഭാഗം ആളുകൾ? ഒന്നാമത്തേത് അൽ അന്നാന. അൽ അന്നാന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളമായി ആവലാതി പറയുന്ന സ്ത്രീകളാണ്. ധാരാളമായി ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഭർത്താവ് രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ അത് മുതൽ കേൾക്കുന്നത് അവളുടെ പരാതികളായിരിക്കും. പുറത്തിറങ്ങി ഫോൺ വിളിച്ചാലും പരാതി, തിരിച്ചു വീട്ടിലെത്തിയാലും പരാതി.
അവൾ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവളായിരിക്കും. ഇത് ഒരു നല്ല സ്വഭാവമല്ല. സ്ത്രീകളിൽ ചിലരെയെങ്കിലും ബാധിച്ചേക്കാവുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണത്. അതാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ പരിഹരിക്കണം. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നതിനുള്ള തടസ്സങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ സ്വഭാവം. ധാരാളമായി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. അവളെ ഒന്നും തൃപ്തിപ്പെടുത്തുകയില്ല. എന്തൊക്കെ കണ്ടാലും അവളെ മുഖം ഒരു ചിരിച്ചു കിട്ടാൻ പ്രയാസമായിരിക്കും. എപ്പോഴും പരാതിയാണ്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ കുട്ടികളെ പ്രശ്നം. ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപും ഫോണിൽ വിളിച്ചാൽ ഒക്കെ കേൾക്കുന്ന ഇത് തന്നെയായിരിക്കും. ഇത് കുടുംബ ബന്ധത്തെ പ്രയാസത്തിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞ അഞ്ച് വിഭാഗത്തെ വിവാഹം കഴിക്കുന്നത് സൂക്ഷിക്കണം. ഒന്നാമത്തേത് അൽ അന്നാന, ധാരാളമായി പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സ്ത്രീകൾ. രണ്ട് അൽ ഹന്നാന. അൽ ഹന്നാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൾ എപ്പോഴും മറ്റുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അവരുടെ മേന്മകൾ എടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവളാണ്. അയാളെ കണ്ടില്ലേ, അയാളുടെ സ്വഭാവം കണ്ടില്ലേ, അയാളുടെ സമ്പത്ത് കണ്ടില്ലേ, അയാളുടെ ജോലി കണ്ടില്ലേ, അയാൾ ചെയ്യുന്നത് കണ്ടില്ലേ. ഇത് ഒരു ഭർത്താവിനെ സംബന്ധിച്ച് കേൾക്കുന്ന ഭയങ്കര പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ അവൾ പറയും, എന്നെപ്പോലുള്ള ആൾക്കാരൊന്നും നിങ്ങളല്ല എനിക്ക് കിട്ടേണ്ടിയിരുന്നത്. ഇങ്ങനെ പറയുന്നത് വളരെ മോശമായ സ്വഭാവമാണ്. അതല്ലെങ്കിൽ എനിക്ക് എത്ര വിവാഹാലോചന വന്നതാണ്, ഖദ്ദർ അല്ലാഹ് ഞങ്ങളെ തന്നെ കെട്ടേണ്ടിയിരുന്നത്, ഇങ്ങനൊക്കെ പറയാം. ഇതാണ് അൽ ഹന്നാന. ഹന്നാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവൾ എപ്പോഴും വേറെയുള്ള പുരുഷന്മാരിലേക്ക് ചായുന്നവളായിരിക്കും. ഈ സ്വഭാവം ഒരു സ്ത്രീയിൽ വരാൻ പാടില്ല. ഇത് പുരുഷന്മാർക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. പുരുഷന്മാർ ഇതിന്റെ തിരിച്ചു സ്വഭാവമാവരുത്. പുരുഷനാണെങ്കിൽ എപ്പോഴും വീട്ടിൽ വന്നാൽ പുറത്തുള്ള പ്രശ്നങ്ങൾ, കമ്പനിയിലെ പ്രശ്നങ്ങൾ, ജോലിയിലെ പ്രശ്നങ്ങൾ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പരാതികൾ മാത്രം പറയുന്നത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ പ്രയാസമുണ്ടാക്കും. അതുപോലെ തന്നെ പുരുഷനും തിരിച്ചു പറയരുത്, നിന്നെ തന്നെ ഞാൻ കെട്ടേണ്ടി എന്നല്ലോ, വേറെ എത്ര പെണ്ണുങ്ങളുടെയും എന്ന് പറയുന്ന അവസ്ഥ അയാളുടെ അടുത്തുണ്ടാവരുത്. അൽ ഹന്നാന. രണ്ടാമത്തേത് അൽ ഹദ്ദാഖ. അൽ ഹദ്ദാഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വസ്തുക്കളും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, എല്ലാം വാങ്ങിച്ചു കൂട്ടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് അൽ ഹദ്ദാഖ. അവളെ കല്യാണം കഴിച്ചാൽ നിന്റെ കയ്യിൽ പണം ബാക്കിയിരിക്കില്ല. അവളൊരു വീട്ടിൽ പോയാൽ അവിടെ കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ, നമുക്ക് വാങ്ങിക്കണം അതേപോലെ. ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ. അവളെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ അങ്ങാടിയിലുള്ള എല്ലാ സാധനങ്ങൾക്കും വേണ്ടിയാണ്. ഒരു സാധനം അവൾ വേണ്ടാന്ന് പറയില്ല. ഇങ്ങനെയുള്ള എപ്പോഴും കണ്ണ് വസ്തുക്കളിലേക്ക് പതിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സ്ത്രീകളാണ് അൽ ഹദ്ദാഖ. നാലാമത്തേത് അൽ ബറാഖ. അൽ ബറാഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം കാര്യം മാത്രം പരിഗണിക്കുന്ന സ്ത്രീകളാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരം, അവളുടെ ഭംഗി, അവളുടെ കാര്യം, അവളുടെ വസ്ത്രം, അവളുടെ ഇത് മാത്രമാണ് അവളുടെ ശ്രദ്ധ. വീട്ടിലത്തെ കാര്യം ശ്രദ്ധിക്കൂല, ഭർത്താവിന്റെ കാര്യം ശ്രദ്ധിക്കില്ല. അവൾക്ക് അവളുടെ കാര്യം മാത്രം പരിഗണിക്കുക എന്ന അവസ്ഥയിലെത്തിയിട്ടുള്ള സ്ത്രീകൾ. ഭർത്താവിന്റെ അവസ്ഥ എന്താണ് അത് പരിഗണിക്കുകയില്ല. അവൾക്ക് കുടുംബത്തിൽ എവിടെയെങ്കിലും പോകണം, എന്നാൽ പിന്നെ അവിടെ പോയിട്ട് തന്നെ ഉള്ളൂ. അയാളുടെ അവസ്ഥ എന്താണ്, അയാളുടെ പ്രയാസം എന്താണ് പരിഗണിക്കില്ല. ഭർത്താവിനെ പരിഗണിക്കുക എന്നത് ഭാര്യയുടെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടന്നേ തീരും. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രൂപത്തിൽ എപ്പോഴും അവനവന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന സ്ത്രീകൾ. അഞ്ചാമത്തേത് അശ്ശദ്ദാഖ. ഷദ്ദാഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളമായി വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, ഒരിക്കലും മിണ്ടാതിരിക്കാത്ത സ്ത്രീ. മിണ്ടാതിരിക്കാൻ ചിലപ്പോൾ ആളുകൾ കുറച്ചു നേരം ഒന്ന് നിശബ്ദയായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തും മിണ്ടാതിരിക്കാത്ത സ്ത്രീകൾ. ഇത്തരം പ്രശ്നങ്ങൾ ഒരു സ്ത്രീയിലുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, എല്ലാം പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം പ്രശ്നങ്ങൾ ആരിലെങ്കിലും ഉണ്ട് എങ്കിൽ ഇത് പറഞ്ഞ് അവരെ പരിഹസിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. ഇത് സ്ത്രീകളുടെ ഭാഗത്തുണ്ട് എങ്കിൽ അവർ ശ്രദ്ധിക്കണം, അത് പരിഹരിക്കണം, അത് തിരുത്തണം. പിന്നെ അത്തരം എന്തെങ്കിലും പ്രയാസങ്ങൾ ഭാര്യമാരുടെ അരികിലുണ്ട് എങ്കിൽ അവരെ നല്ല രൂപത്തിൽ ഉപദേശിച്ച് പരിഹരിക്കാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. പല ആളുകളും വിവാഹം കഴിച്ചാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഭാര്യയിൽ കണ്ടാൽ രണ്ടാമത്തെ അടുത്ത സ്റ്റെപ്പായി പരിഗണിക്കുന്നത് അവളെ വീട്ടിൽ കൊണ്ടാക്കുക, അല്ലെങ്കിൽ തല്ലുക,
അതല്ലെങ്കിൽ തലാഖ്, ഇങ്ങനെ എല്ലാ കാര്യവും എന്തു പ്രശ്നമുണ്ടാകുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിലേക്ക് എടുത്തു ചാടുന്ന ആളുകളെ കാണാം. പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, വിവാഹം കഴിഞ്ഞാൽ അതിന്റെ ഘട്ടങ്ങൾ പലതാണ്. വിവാഹം കഴിഞ്ഞ ഉടനെ ഉള്ള സമയം മർഹലത്തുൽ അസൽ, ഹണിമൂൺ എന്നറിയും. എല്ലാവരും തേനൊഴുക്കുന്ന സമയമാണ്. ഭർത്താവ് അയാളുടെ ഏറ്റവും നല്ല സ്വഭാവമേ ആ സമയത്ത് കാണിക്കുള്ളൂ. അവൾക്ക് കാലെവിടെങ്കിലും ഒന്ന് തട്ടിയാൽ അയാൾ ആകെ പ്രയാസത്തിലായി. എവിടെയാണ് മോളെ, നിനക്ക് എന്താണ് പ്രയാസം, എന്താണ്? ഭാര്യയും അതുപോലെ തന്നെ. ഇതാണ് ആദ്യത്തെ കാലഘട്ടം. ഈ കാലഘട്ടം തുടർന്നു പോവുകയില്ല. പലർക്കും വിവാഹത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്നും ഇതാണ്. ഒരാഴ്ച കഴിയും അല്ലെങ്കിൽ 2 ആഴ്ച കഴിയും ഇങ്ങനെ ഭയങ്കര സുന്ദരമായ ജീവിതം. ഇത് മരിക്കുന്നവരെ ഒരിക്കലും തുടരില്ല. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പരസ്പരം തകാശുഫിന്റെ സമയമാണ്. 2 ആൾക്കാരടുത്തുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. സഹോദര സഹോദരി, ദുനിയാവിൽ നിങ്ങൾക്കൊരു ഹൂറുൽ ഐനെ കിട്ടില്ല. ദുനിയാവിൽ ഹൂറുൽ ഐനായ ഒരു പെണ്ണുമില്ല. ദുനിയാവിൽ റസൂലുള്ളയായ ഒരു പുരുഷനുമില്ല. എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാകും, കുറവുകൾ ഉണ്ടാകും. മനുഷ്യനാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതില്ലാത്ത ഒരാളെ ലഭിക്കില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴത്തേക്ക് അവനാകെ നിരാശപ്പെട്ടു, ഇവളാകെ നിരാശപ്പെട്ടു, എൻ്റെ ജീവിതമാകെ തകർന്നു പോയി എന്നാണ് അവൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്നത്. ഇത് പരിഹരിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല. ഇവിടെയാണ് പലരുടെയും വിവാഹം തകരുന്നത്. പിന്നെ അങ്ങോട്ട് രണ്ടുപേരും ചിന്തിക്കുന്നത് ഇതെങ്ങനെ ഒന്ന് അവസാനിച്ച് കിട്ടുമെന്നാണ്. പരിഹരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയില്ല. ദുആ പരിഹരിക്കാനുള്ള വഴികളിൽപ്പെട്ടതാണ്. നസീഹത്ത് പരിഗണിക്കാനുള്ള വഴികളിൽപ്പെട്ടതാണ്. അഫ്വ്, പരസ്പരം വിട്ടുപുറത്തു കൊടുക്കുക എന്നത് പരിഹരിക്കാനുള്ള വഴിയിൽപ്പെട്ടതാണ്. സബർ, ക്ഷമ എന്നത് പരിഹരിക്കാനുള്ള വഴിയാണ്. ഇതൊക്കെ വഴികളാണ്. പക്ഷെ ഈ വഴികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുൻപേ ആളുകൾ പ്രശ്നങ്ങളിലേക്കാണ് പലപ്പോഴത്തെയാണ്. ഈ പറഞ്ഞ തകാശുഫിന്റെ ഘട്ടം, അതായത് പരസ്പരം രണ്ടുപേരുടെയും ശരിയായ സ്വഭാവം പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ടാവും. ഒരിക്കലും നമ്മൾ ആരും കല്യാണം കഴിച്ച ആദ്യത്തെ ആഴ്ചയിലോ 2ാമത്തെ ആഴ്ചയിലോ ഉള്ള അവസ്ഥയിലായിരിക്കില്ല കുറച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. അതെല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ്. അത് പലപ്പോഴും വിവാഹം കഴിക്കുന്നവർ തിരിച്ചറിയുന്നില്ല എന്നത് വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ദീനിയായ ബന്ധങ്ങളുള്ള ആളുകൾ. ദീനിയായ ബന്ധങ്ങളുള്ള ആളുകൾ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ദീനുമായി ബന്ധപ്പെട്ട ഹദീസുകളും മറ്റു വായിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സ്വഭാവം, ആയിഷാ ബീവിന്റെ സ്വഭാവം, സഹാബത്തിന്റെ സ്വഭാവം കണ്ടിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അതിനോട്ട് ചേർത്ത് നിർത്താൻ ഈ കാലഘട്ടത്തിൽ പെണ്ണുങ്ങളെ നോക്കിയാൽ അങ്ങനെ പെൺകുട്ടികൾ ഉണ്ടാവില്ല. ചില ആളുകൾ വിവാഹത്തിന് കല്യാണാലോചനക്ക് വിവാഹാലോചന തേടുമ്പോൾ തന്നെ സഹാബികളെ പോലെ ജീവിക്കാൻ തയ്യാറുള്ള എന്നൊക്കെ കൊടുക്കുന്നത്. സഹാബികളെ പോലെ ജീവിക്കാൻ ഒരാളിപ്പോൾ ഇന്നത്തെ കാലത്ത് കിട്ടിക്കൊള്ളുന്നില്ല. സലഫുകൾ തന്നെ പറഞ്ഞതായി കാണാം, ഇദാ അറദ്ത ഫാത്തിമത ഫകുല്ലഹ അലിയൻ. നീ ഉദ്ദേശിക്കുന്നത് ഫാത്തിമയാണെങ്കിൽ നീ ആദ്യം പോയിട്ട് ഒരു അലിയാവും. അത് നിനക്ക് സാധിക്കില്ല എന്ന് എന്തായാലും നിനക്കറിയാം. അപ്പൊ പിന്നെ ഒരു ഫാത്തിമനെ കിട്ടൂല എന്ന് നിനക്ക് മനസ്സിലാക്കിയാൽ മതി. ഒരിക്കൽ ഒരു പണ്ഡിതന് ഒരാൾ കത്തെഴുതി, എനിക്ക് ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ കിട്ടണം. ആ ധാരാളം വിശേഷണങ്ങളുണ്ട്. അവൾ ഇങ്ങനെ ആയിരിക്കണം. ഈ പറഞ്ഞ പണ്ഡിതന്റെ പേര് അബു അസീസ് എന്നാണ്. അബു അസീസ്. അയാൾ ഈ കത്ത് കിട്ടിയപ്പോൾ തിരിച്ച് അയാൾ അങ്ങോട്ടൊരു കത്ത് എഴുതി. അയാൾ പറഞ്ഞു, നീ പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലും പെണ്ണിനെ എവിടെയെങ്കിലും കിട്ടിയാൽ ഞാൻ ഉമ്മു അസീസിനെ തലാക്കില്ലേ അവളെ കെട്ടിക്കൊണ്ട്. ഉമ്മു അസീസ് എന്ന ഭാര്യയാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടുക എന്നത് സാധ്യമല്ല. ഓരോ കാലഘട്ടത്തിന്റെയും പ്രശ്നങ്ങൾ പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ നഹ്നു അബ്നാഉ ജമാൻ, നമ്മൾ ഈ കാലഘട്ടത്തിന്റെ മക്കളാണ്. ഈ കാലഘട്ടത്തിൻ്റെതായ പ്രയാസങ്ങൾ ബാധിക്കാതെ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വിവാഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സന്ദർഭത്തിൽ കല്യാണം കഴിഞ്ഞാൽ ഈ രൂപത്തിൽ സ്ത്രീകളിൽ കാണുന്ന ചെറിയ പ്രശ്നങ്ങൾ ഉടനടി വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുക, അല്ലെങ്കിൽ പുരുഷന്മാരിൽ കാണുന്ന പ്രശ്നങ്ങൾ വലിയ പ്രശ്നമായി കാണുക എന്നത് പാടില്ല. 3ാമത്തെ ഘട്ടം, വിവാഹം കഴിഞ്ഞാൽ 1ാമത്തെ നല്ല ഭംഗിയുള്ള ഘട്ടമാണ്. 2ാമത്തെ തകാശുഫിന്റെ ഘട്ടമാണ്. 3ാമത്തെ ഒരാൾ ദീനിയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ 3ാമത്തെ ഘട്ടം പരസ്പരമുള്ള തവാഫുഖിന്റെ ഘട്ടമാണ്. അതായത് യോജിപ്പിന്റെ ഘട്ടമാണ്. ഭർത്താവിന്റെ കുറവുകൾ ഭാര്യ പൂർത്തീകരിക്കാൻ തയ്യാറാവുക, ഭാര്യയുടെ കുറവുകൾ ഭർത്താവ് പൂർത്തീകരിക്കാൻ തയ്യാറാവുക.
ചിലപ്പോൾ ഭർത്താവ് ദേഷ്യക്കാരനായിരിക്കും, ഭാര്യ ഇയാളുടെ ദേഷ്യത്തിനനുസരിച്ച് ദേഷ്യം പിടിക്കുന്നവരായി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് കുടുംബം ഒന്നാകെ പൊട്ടിത്തെറിക്കും. അയാളുടെ പ്രശ്നങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവളായി ഭാര്യയും അവളുടെ പ്രശ്നങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവനായി ഭർത്താവും മാറുക എന്നതാണ് 3ാമത്തെ സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പ് ഇൻഷാ അള്ളാഹ് തറാഹുമിന്റെ ഘട്ടമാണ്. ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ തറാഹും, പരസ്പരം കാരുണ്യം ചൊരിയുന്ന നല്ല ബന്ധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, പെൺകുട്ടിയെ അന്വേഷിക്കുന്ന സമയത്ത് അവളുടെ സ്വഭാവം നോക്കുക, അവളുടെ ദീന് നോക്കുക. പൊതുവെ നാട്ടിലുള്ള പെൺകുട്ടികളിൽ, പൊതുവെ ദീനുള്ള ആളുകളിൽ പെട്ട ഒരു പെൺകുട്ടിയാണ് അവൾ എങ്കിൽ അജ്ഞതയുള്ളവൾ വിവാഹം കഴിക്കുക. നമ്മൾ ഓരോ നാട്ടിലെ ദീനിന് ഓരോ അവസ്ഥ ഉണ്ടാവും. നമ്മളെ നാട്ടിലുള്ള ദീന് മുറുകെ പിടിക്കുന്ന പോലെ ആയിരിക്കില്ല സൗദിയിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അറബ് രാജ്യങ്ങളിലോ ഉള്ള പെൺകുട്ടികൾ. അവരുടെ അതേ ദീൻ ഇവിടെയുള്ള പെൺകുട്ടികളെ കിട്ടണമെന്ന് പറഞ്ഞാൽ സാധ്യത കുറവാണ്. നീ കല്യാണം കുറേ നീണ്ടുപോകും. ഇത്രയും ആളുകളാണ് സുബ്ഹാനല്ലാഹ് വിവാഹം തുടങ്ങുന്ന സമയത്ത് ഒരു പേജ് നിറയെ ഷർത്തായിരിക്കും. 1 മാസം കഴിഞ്ഞാൽ 2 എണ്ണമൊക്കെ വെട്ടിയിട്ടുണ്ടാവും. പിന്നെ വെട്ടി പിന്നെ എവിടുന്ന് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള കോലത്തിലാണ്. എത്ര ആളുകൾ നമ്മളങ്ങനെ കാണാറുണ്ട്. എന്തിനാ നിന്റെ സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നത്? എത്രയോ ആളുകൾ വിവാഹം കഴിക്കുന്ന തുടക്കത്തിൽ വലിയ വലിയ നിബന്ധനകളായിരിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞതായി കാണാം, സ്ത്രീകളിലാകട്ടെ പുരുഷന്മാരിലാകട്ടെ നീ അന്വേഷിക്കുന്ന ഗുണങ്ങൾ നാട്ടിലെവിടെയും കിട്ടാത്ത രൂപത്തിലാവരുത്. പൊതുവെ നിന്റെ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് നീ മനസ്സിലാക്കണം. അതിന് യോജിച്ച രൂപത്തിലുള്ള പെൺകുട്ടിയെ അന്വേഷിക്കാൻ, അതിന് യോജിച്ച രൂപത്തിലുള്ള പുരുഷനെ അന്വേഷിക്കാൻ. അതല്ലാതെ സഹാബികളുടെയോ സലഫുകളുടെയോ ചരിത്രം വായിച്ച് അന്നുള്ള ഒരാൾ ഇന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കില്ല. പല ആളുകളുടെയും വിവാഹങ്ങൾ തകരുന്നതിന് പിന്നിലുള്ള ഒരു കാരണം ഈ പറഞ്ഞ അവസ്ഥകളാണ്. അവനവന്റെ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയുന്നതിൽ നമുക്ക് തെറ്റുപറ്റരുത്. അപ്പൊ ഇതാണ് പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ. 5 കാര്യം ഞാൻ പറഞ്ഞു, ഉലമാക്കൾ പറഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. പുരുഷനെ തെരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ ദീൻ പരിഗണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല അബ്ദുൻ മുഅ്മിനുൻ ഖൈറുൻ മിൻ മുശ്രികിൻ വലൗ അഅജബകും. മുഅ്മിനായ ഒരു അടിമയാണ് മുശ്രിക്കായ, ശിർക്ക് ചെയ്യുന്ന, അള്ളാഹുവിനെ പേടിക്കാത്ത ഒരു മനുഷ്യനേക്കാൾ നിങ്ങൾക്ക് നല്ലത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, എന്നാൽ വിശ്വസിക്കാത്ത ഒരാളെക്കാൾ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് നല്ലത്. ശിർക്ക് ചെയ്യുന്നവർ, അവർക്ക് എത്ര സമ്പത്തും വലിയ കഴിവുകളും വലിയ നേട്ടങ്ങളും ഉണ്ടാകട്ടെ, ദീനുള്ളവരാണ് വിവാഹം കഴിക്കാൻ നല്ലത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികളുടെ രക്ഷിതാക്കളോടായി പറയുന്നു, ഇദാ ഖതബ ഇലൈക്കും മൻ തർദൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. നിങ്ങളുടെ അരികിൽ ദീനും സ്വഭാവവുമുള്ള ആളുകൾ വിവാഹം ആലോചിച്ചു വന്നാൽ കല്യാണം കഴിച്ചു കൊടുക്കുക. ഇല്ലാ തഫഅലൂഹു തകുൻ ഫിത്നതുൻ ഫിൽ അർദി വഫസാദുൻ അരീദ്. നിങ്ങൾ അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഭൂമിയിൽ വലിയ കുഴപ്പങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ. ദീനുള്ള ഒരാൾ വിവാഹം ആലോചിച്ചു വന്നാൽ ശരിയാണ്, ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് അവന്റെ സമ്പത്ത് നോക്കാം, അല്ലെങ്കിൽ അവന്റെ കുടുംബം നോക്കാം, അവന്റെ സംസ്കാരം നോക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാം. പക്ഷേ നല്ല ദീനുള്ള ഒരാൾ നിന്റെ അരികിലേക്ക് വരികയാണ് എങ്കിൽ, അങ്ങനെയുള്ള ഒരാളെ വേറെ കിട്ടാനില്ല എങ്കിൽ ഫദ്ഫർ ബിദാത്തി ദീൻ, നീ ദീനിന് മുൻഗണന കൊടുക്കുക. ഇമാം അൽ ഹസൻ ഉൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അരികിൽ ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ് വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇന്ന ഇൻദി ബിൻത്, എന്റെ അരികിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഫമൻ ഉസവ്വിജുഹ, ആർക്കാണ് ഞാൻ അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത്? ആർക്കാണ് ഞാൻ അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, സവ്വിജ്ഹ മൻ യഖാഫുല്ലാഹ അസ്സ വജൽ, അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാളെ നീ കണ്ടാൽ അയാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ഫഇന്നഹു ഇൻ അഹബ്ബഹ അക്റമഹ, അള്ളാഹിനെ പേടിക്കുന്ന ഒരാളെ നീ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ ആ മനുഷ്യൻ അവൻ
തന്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടാൽ, കല്യാണം കഴിച്ച് തന്റെ സ്ത്രീയെ ഇഷ്ടപ്പെട്ടാൽ, അക്രമഹ, അവൻ അവളെ ആദരിക്കും, അവളെ ഏറ്റവും നല്ല രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കും. അവന് അവളെ ഇഷ്ടമായാൽ ആ പെൺകുട്ടി അവൻ ആദരിക്കുമെന്നൊരു സംശയമില്ല. അവിടെയാണ് ശ്രദ്ധിക്കാം. ഇനി അവളോട് അവന് ദേഷ്യമുണ്ടായാൽ പോലും, അവളെ അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും, ലം യദ്ലിംഹ, ഒരിക്കലും അവൻ തന്റെ ഭാര്യയോട് അതിക്രമം പ്രവർത്തിക്കൂല. അള്ളാന്റെ അടുക്കൽ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നുള്ള ബോധ്യം അവനുണ്ടായിരിക്കും. എന്നാൽ അള്ളാനെ പേടിക്കാത്തവനാണെങ്കിലോ ഈ പറഞ്ഞത് അവന്റെ അടുത്ത് പ്രതീക്ഷിക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ചിലപ്പം കൊണ്ടടക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവൻ ചിലപ്പോൾ, അല്ലെങ്കിൽ മിക്ക സമയത്തു ദുൽമേ. കാരണം പെൺകുട്ടികൾ, സ്ത്രീകൾ എന്നത് പുരുഷന്റെ കീഴിലായതുകൊണ്ട് തന്നെ പൊതുവെ അതിക്രമം ചെയ്യപ്പെടും, അവരുടെ മേലെ അതിക്രമം സംഭവിക്കും. ആണുങ്ങൾ പൊതുവെ അവർക്ക് കായിക ശേഷിയും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഉപദ്രവം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ആർക്കാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് അവൻ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. കാരണം അങ്ങനെയുള്ള ഒരുത്തനാണ് കല്യാണം കഴിക്കുന്നത് എങ്കിൽ അവൻ ഇഷ്ടമായാൽ അവൻ അവളെ ആദരിക്കും, അവളെ വെറുത്താൽ അവൻ ഒരിക്കലും അവളോട് ദുൽമ ചെയ്യില്ല. ഇത് ഭർത്താക്കന്മാർ പരിശോധിക്കേണ്ടതാണ്. നിന്റെ ഭാര്യയെ നിനക്ക് ഇഷ്ടമായാൽ നീ അവളെ ആദരിക്കണം. നിന്റെ ഭാര്യയോട് നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ നീ ദുൽമ ചെയ്യരുത്, അതിക്രമിക്കരുത്. അള്ളാഹു അനുവദിച്ചതിനപ്പുറത്തേക്ക് നീ ഒരിക്കലും പോകരുത്. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽപ്പെട്ടതാണ്. ഇതാണ് സഹോദരങ്ങളെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു പെൺകുട്ടിയെ ഇഷ്ടമായാൽ, അതല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ഇഷ്ടമായാൽ അവരുടെ അടുക്കലേക്ക് അങ്ങോട്ട് കല്യാണം ആലോചിച്ച് ചെല്ലുക എന്നതിൽ യാതൊരു ഐബുമില്ല. നമ്മുടെ നാട്ടിൽ ആളുകൾ അങ്ങോട്ട് കല്യാണം ആലോചിച്ചില്ല എന്നുള്ളത് ഐബായി കാണാറുണ്ട്, ന്യൂനതയായി കാണാറുണ്ട്. നമ്മളെങ്ങനെ അങ്ങോട്ട് പോവാ, ഒരിട്ട് വരട്ടെ. ഇവിടെ ചില സ്ഥലങ്ങളിൽ, കോഴിക്കോട് പരിസരങ്ങൾ ചില സ്ഥലത്ത് വിവാഹം മുടങ്ങി പോകുന്ന കേസ് വരെ ഉണ്ട് എന്നാണ് ആളുകൾ പറയാറുള്ളത്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആണിന്റെ വീട്ടിൽ, എനിക്കറിയില്ല ഏത് വീട്ടിൽ നിന്നാണ്, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആണിന്റെ വീട്ടിലേക്ക് കാരണവന്മാർ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കല്യാണമൊക്കെ ആൺകുട്ടിക്കും പെൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും അവിടെ നിന്ന് ഇങ്ങോട്ടൊരു അന്വേഷണം വന്നിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദിച്ചു ചെല്ലാൻ പലരുടെയും അഹംഭാവം സമ്മതിക്കുകയില്ല, പാടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ പുരുഷന്മാർ അങ്ങോട്ട് വിവാഹം ആലോചിച്ചത് കാണാം, സ്ത്രീകൾ ഇങ്ങോട്ട് വിവാഹം ആലോചിച്ചതും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആദ്യത്തെ വിവാഹം ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളയോട് ഇങ്ങോട്ട് വന്ന് ആലോചിച്ചതാണ്. റസൂലുള്ളയുടെ നല്ല സ്വഭാവം കേട്ടറിഞ്ഞ് ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളയുടെ അരികിലേക്ക് അങ്ങോട്ട് ചെന്ന് ആലോചിച്ചതാണ്. വേറൊരാൾ പറഞ്ഞേച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവാഹം ആലോചിച്ചതാണ്. അങ്ങനെയാണ് ആദ്യത്തെ റസൂലുള്ളയുടെ വിവാഹം നടക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയായതിനു ശേഷം റസൂലുള്ളയുടെ അരികിൽ സ്വഹാബി വനിതകളിൽ ഒരാൾ റസൂലുള്ളയുടെ അരികിൽ വന്ന്, ഇതാ എന്നെ താങ്കൾ വിവാഹം കഴിക്കണം എന്ന് ആവശ്യപ്പെട്ടതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ അവർ ഈ രൂപത്തിൽ റസൂലുള്ളയുടെ അരികിലേക്ക് അങ്ങോട്ട് വിവാഹം ആലോചിച്ചു വന്നതായി കാണാം. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മയാണ്. അവർ ആദ്യം വിവാഹം കഴിച്ചത് ഹുനൈസ് ഇബ്നു ഹുദാഫ അസ്സഹമി എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം മരിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹ അവർ വിധവയായി. ഹഫ്സയുടെ പിതാവ് ആരാണ്? ഹഫ്സയുടെ പിതാവ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഹഫ്സയുടെ വിവാഹാലോചനയുമായി ആദ്യം ചെന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലാണ്. ഉസ്മാനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹഫ്സയെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 1-2 ദിവസം തരണം, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നതിന്
ശേഷം അദ്ദേഹം പറഞ്ഞു ഖദ് ബദാലി അല്ലാ അതസവ്വജ യൗമി ഹാദാ, ഇപ്പോൾ ഒരു വിവാഹം കഴിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉത്തരം നൽകിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നു. അബൂബക്കറിനോട് പറഞ്ഞു, ഹഫ്സ വിധവയാണ്, നിങ്ങൾക്ക് അവളെ കല്യാണം കഴിച്ചുകൂടെ? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല. നോക്കാമെന്നോ ആലോചിക്കാമെന്നോ പറ്റില്ല എന്നോ ഒന്നും പറഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, വകുൻതു ഔജദ അലൈഹി മിന്നി അല ഉസ്മാൻ, ഉസ്മാൻ വേണ്ട എന്ന് പറഞ്ഞതിനേക്കാൾ എനിക്ക് പ്രയാസം അബൂബക്കർ പറഞ്ഞതിലാണ്. അബൂബക്കർ ഒന്നും പറഞ്ഞില്ല, പറ്റില്ല എന്നും പറഞ്ഞില്ല, പറ്റില്ലെന്നും പറഞ്ഞില്ല, അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിച്ചു വരുന്നു. അങ്ങനെയാണ് റസൂലുള്ളാഹിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. റസൂലുള്ള വിവാഹം കഴിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ലഅല്ലക വജദ്ത അലയ്യ ഹീന അറദ്ത അലയ്യ ഹഫ്സ ഫലം അർജി ഇലൈക ഷൈഅ, എന്നോട് ഹഫ്സയുടെ വിവാഹ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറയാതിരുന്നതിൽ താങ്കൾക്ക് എന്നോട് വിഷമമുണ്ടായിട്ടുണ്ടാകും അല്ലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, എനിക്ക് നിങ്ങൾ അങ്ങനെ ചെയ്തതിൽ പ്രയാസമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹു ലം യംനഅനി അൻ അർജിഅ ഇലൈക ഫീമാ അറദ്ത അലയ്യ ഇല്ല അന്നി കുൻതു അലിംതു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ദക്കറഹ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സയെ കുറിച്ച് ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് റസൂൽ പറഞ്ഞത് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. എന്നാൽ ഫലം അകുൻ ലി ഉഫ്ഷിയ സിർറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അത് എന്നോട് രഹസ്യമായി പറഞ്ഞതാണ് എന്നതിനാൽ റസൂലുള്ളാഹിയുടെ രഹസ്യം പുറത്തു പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ താങ്കളോട് പറയാതിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, എന്നോട് വിവാഹം ആലോചിച്ച സമയത്ത് ഞാനത് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? റസൂലുള്ള രഹസ്യമായി പറഞ്ഞതാണ്. നബിയുടെ രഹസ്യം താങ്കളോട് പുറത്തു പറയാൻ പാടില്ല എന്നുള്ള നിലക്കാണ് ഞാനത് പറയാതിരുന്നത്. റസൂലുള്ള എങ്ങാനും ഈ വിവാഹക്കാര്യം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ ഞാൻ ഹഫ്സയെ വിവാഹം കഴിക്കാൻ തയ്യാറാകുമായിരുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയും. നോക്കൂ നിങ്ങൾ, സഹാബികളിലെ രണ്ടാം സ്ഥാനക്കാരനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം രണ്ടാളുകളുടെ അരികിലാണ് വിവാഹമായിട്ട് അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുന്നത്. അവർക്ക് ആ കാര്യത്തിൽ ഒരു അയ്ബോ ഒരു താഴ്ചയോ ഒരു കുറവോ തോന്നിച്ചിട്ടില്ല. അപ്പോൾ നല്ല ഒരു വിവാഹ ബന്ധം ലഭിക്കുകയാണ് എങ്കിൽ നമ്മുടെ പിടിവാശികൾ, അഹങ്കാരം അതിൽ നിന്ന് നമ്മെ തടുത്തു വെക്കരുത്. അല്ലെങ്കിൽ കുടുംബപരമായ അഹങ്കാരം, അഹംഭാവം, തറവാടിത്തം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത്തരം നല്ല ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിൽ നമ്മൾ തടുക്കരുത്. എത്രയോ ആളുകൾ ഇത്തരം അനാവശ്യമായ ന്യായങ്ങൾ പറയും. അങ്ങനെ പെൺകുട്ടിയെ വേറെ ആരും വിവാഹം കഴിക്കും. അവസാനം ഇവനിങ്ങനെ കാത്തിരുന്ന് കാലം കഴിക്കുക എന്നതല്ലാതെ അവന്റെ വിവാഹം സമയത്ത് നടക്കാത്ത എത്ര സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിവാഹം ആലോചിക്കുന്നത് അനുവദനീയമാണ്. എന്നാൽ സ്ത്രീയെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അവളുടെ വലിയിന്റെ അരികിലാണ് പോയി വിവാഹം ആലോചിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കാം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, സ്ത്രീകൾ അവരുടെ വിവാഹകാര്യം പരസ്യമാക്കിക്കൊണ്ട് പത്രങ്ങളിൽ അവളുടെ വിശേഷണങ്ങളും അവളുടെ ഹൈറ്റും മറ്റ് വെയിറ്റും എല്ലാം പറഞ്ഞ് പരസ്യം നൽകുക എന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അത് അവളുടെ ഹയാന്, സ്ത്രീകളുടെ ലജ്ജയ്ക്ക് യോജിച്ചതല്ല. പരമാവധി അത് ഒഴിവാക്കേണ്ടതാണ്. വിവാഹം തീരെ നടക്കുന്നില്ലെങ്കിലോ മറ്റോ അതിലേക്ക് ഇറങ്ങാന്നല്ലാതെ പൊതുവെ സ്ത്രീകൾ വിവാഹം കഴിക്കാൻ സാധ്യമാകുന്ന സ്ഥിതിവിശേഷമാണ് മുന്നിലുള്ളത് എങ്കിൽ പത്രങ്ങളിലും മറ്റും പരസ്യം നൽകിക്കൊണ്ട് വിവാഹത്തിനു വേണ്ടി അവളുടെ വിശേഷണങ്ങൾ, അവൾ ഇന്ന സ്ഥലത്തുള്ളവളാണ്, ഇന്ന പേരിങ്ങനെ, അവളുടെ
ഹൈറ്റ് ഇത്രയാണ്. ഈ രൂപത്തിൽ സ്ത്രീകളുടെ വിശേഷണങ്ങൾ പുറത്തേക്ക് കേൾക്കുന്ന രൂപത്തിൽ, പുറത്തേക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ, നാടൊട്ടാകെ പ്രചരിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ വിവാഹാലോചനകൾക്ക് വേണ്ടി എഴുതി വിടുക എന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. തീരെ സാധിക്കുന്നില്ല, വിവാഹം തീരെ കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാമെന്നല്ല. ലജ്ജത്ത് ദായിമ അവരുടെ ഫത്വകളിൽ ഇത് കാണാവുന്നതാണ്. സ്ത്രീകൾ ഇത്തരം വിവാഹാലോചനകൾ പരസ്യമായി തേടുന്നത് ഉപേക്ഷിക്കുകയാണ് നല്ലത്. കാരണം അത് അവരുടെ അവരുടെ ലജ്ജയ്ക്ക് കൂടുതൽ യോജിച്ചതാണ്. പ്രത്യേകിച്ച് ചില ആളുകൾ കൊടുക്കുന്ന വിവാഹാലോചനകളിൽ പെൺകുട്ടികളുടെ ഫോട്ടോ ഉണ്ടാവും. ഈ ഫോട്ടോ എല്ലായിടത്തേക്കും എത്തും, എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് പ്രചരിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ വിവാഹാലോചനകൾ നടത്തുക എന്നത് ഒഴിവാക്കേണ്ടത്. അതുപോലെ ഇന്റർനെറ്റിൽ ആർക്കും എത്തിപ്പിടിക്കാവുന്ന രൂപത്തിൽ അവരുടെ വിവാഹത്തിന്റെ വിവരങ്ങൾ കൊടുക്കുക എന്നത് ഒഴിവാക്കേണ്ടതാണ്. അതുകൊണ്ട് പിന്നീട് ചിലപ്പോൾ വേറെയും ഉപദ്രവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം വിവാഹാലോചനകളുടെ സന്ദർഭങ്ങളിൽ ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ. ഇതാണ് സഹോദരങ്ങളെ വിവാഹത്തിന് മുൻപ് പെൺകുട്ടിയെ ആകട്ടെ ആൺകുട്ടിയെ ആകട്ടെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. രണ്ടാമത്തെ വിഷയം വിവാഹാലോചനയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ്. വിവാഹാലോചനയ്ക്ക് അറബിയിൽ ഖിത്ബത്ത് എന്നാണ് പറയുക. ഖുത്ബ എന്ന പ്രസംഗം. ഖിത്ബത്ത് എന്ന് പറഞ്ഞാൽ വിവാഹാലോചനയാണ്. അവന് അറബി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കിതാബ് വായിക്കുമ്പോൾ ചിലപ്പോൾ ഖിത്ബത്തും ഉണ്ടാവും, ചിലപ്പോൾ ഖുത്ബത്തും ഉണ്ടാവും. ഇവ രണ്ടും തെറ്റി വായിക്കരുത്. ഖിത്ബത്ത് എന്ന് പറഞ്ഞാൽ വിവാഹാലോചനയാണ്, ഖുത്ബ എന്ന് പറഞ്ഞാൽ പ്രസംഗമാണ്. വിവാഹാലോചന എന്നത് ഇസ്ലാം അനുവദിച്ച അംഗീകരിച്ച കാര്യമാണ്. വിവാഹാലോചന നടന്നു എന്നതുകൊണ്ട് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ യാതൊരു നിലക്കുള്ള വൈവാഹിക ബന്ധവും ഉണ്ടായിട്ടില്ല. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചു എന്നത് കാരണത്താൽ അവർക്കിടയിലെ ഒരു ബന്ധവും അതിനുശേഷം അനുവദിക്കപ്പെടുന്നില്ല. അവളെ തൊടാനോ അവളുമായി ഒറ്റയ്ക്കിരിക്കാനോ അവളുമായി പുറത്തെവിടേക്കെങ്കിലും യാത്ര പോകാനോ ഇതൊന്നും അനുവദിക്കപ്പെടുകയില്ല. കാരണം അവൾ അന്യ സ്ത്രീയാണ്. വിവാഹാലോചന നടന്നു എന്നതുകൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീ ഒരാൾക്ക് അവളുടെ ഭാര്യയായി മാറുന്നില്ല. പല ആളുകളും ഇന്ന് കുഫാറുകളുടെ ആചാരങ്ങളിൽ നിന്ന് ഈ വിഷയത്തിൽ കയറി വന്നിട്ടുള്ള കുറെ വൃത്തികേടുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ രൂപത്തിൽ പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെ പറഞ്ഞയക്കും, ബൈക്കുമ്പോൾ ഇയാൾ ചെക്കൻ വരും, പെണ്ണിനെ കയറ്റി യാത്ര പോകും, ചിലപ്പോൾ എവിടെയെങ്കിലും പോയി താമസിക്കും. ഇതൊക്കെ വൃത്തികേടുകളാണ്. ഇസ്ലാമിൽ ഒരിക്കലും അനുവദിക്കപ്പെടാത്ത കാര്യമാണ്. എന്തിനധികം വിവാഹം ആലോചിക്കുന്ന സന്ദർഭത്തിൽ പെൺകുട്ടിയെ തൊടാനോ അവളെ സ്പർശിക്കാനോ ഒന്നും അനുമതിയില്ല. പക്ഷെ സുബ്ഹാനല്ലാഹ്, ഈ കാലഘട്ടത്തിൽ വിവാഹാലോചന എന്നത് തന്നെ ഒരു കല്യാണം പോലെയാണ്. വിവാഹാലോചിക്കുന്ന സമയത്ത് തന്നെ ആകെ പന്തലൊക്കെ കെട്ടി, പിന്നെ അതിന് ഫോട്ടോ, അതിന് ക്യാമറ, അതിന് വീഡിയോ, ഇങ്ങനെ അതും ഒരു ആഘോഷമായി മാറുന്ന രൂപത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വിവാഹം ആലോചിക്കുക എന്നത് ഈ ഭർത്താവിനും ഈ പെൺകുട്ടിക്കും ഈ പുരുഷനും ഇടയിൽ യാതൊരു കാര്യവും അനുവദനീയമാക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനധികം സഹോദരങ്ങളെ, വിവാഹം ആലോചിക്കുന്ന പെൺകുട്ടിയുമായി സംസാരിക്കുന്ന സമയത്ത് ആവശ്യത്തിന് സംസാരിക്കാന്നല്ലാതെ അദബില്ലാതെ മോശമായ സംസാരം അവളുമായി സംസാരിക്കുക എന്നതുപോലും അനുവദനീയമല്ലാത്ത കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവാഹം ആലോചിക്കുക എന്നത്, ഒരു പുരുഷന് ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ സ്ത്രീക്ക് ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടാൽ വിവാഹം ആലോചിക്കുക എന്നത് അവിടുന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം നറ ലിൽ മുതഹാബീന മിസ്ലുൻ നിക്കാഹ്. പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക് വിവാഹത്തെക്കാൾ നല്ല മറ്റൊരു കാര്യവും നമ്മൾ കാണുന്നില്ല. ഒരു പെൺകുട്ടിയെ റോട്ടിൽ കണ്ട് ഇഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ ഒരു പുരുഷനെ ഒരു പെൺകുട്ടിയോ അതല്ലെങ്കിൽ അവളുടെ രക്ഷിതാവോ കണ്ടു, അവനെ ഇഷ്ടപ്പെട്ടു, ഏറ്റവും നല്ല കാര്യം അവർക്കിടയിൽ വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ല പരിഹാരം, ഏറ്റവും നല്ല വഴി. ഒരു പെൺകുട്ടിയെ കാണാൻ ഇഷ്ടം തോന്നുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല. പക്ഷേ വിവാഹത്തിന് മുൻപ് മോശമായ ബന്ധങ്ങളിലേക്ക് പോകുന്നതാണ് ഹറാമായിട്ടുള്ളത്. പല ആളുകളും പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് രഹസ്യമാക്കി കൊണ്ടടക്കാനും അത് വേറെ എന്തെങ്കിലും വഴിയിലൂടെ പിന്നെ ഹറാമായ മാർഗങ്ങളിലേക്ക് അത് കൊണ്ടുപോകാനും ഒക്കെ ശ്രമിക്കുന്നത് പാടില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ അവൾ യോജിച്ച പെൺകുട്ടിയാണ് എന്ന് തോന്നിയാൽ വിവാഹം ആലോചിക്കുക, അവളെ വലിയനോട് പോയിട്ട് വിവാഹം ആലോചിക്കുക.
വിവാഹമാലോചനയിലെ അസ്ല് അടിസ്ഥാനം വലിയനോട് പോയി ആലോചിക്കലാണ്. ആ പെൺകുട്ടിയുടെ രക്ഷിതാവ് ആരാണോ, വാപ്പയോ അതല്ലെങ്കിൽ പിന്നെ ആങ്ങളുണ്ടെങ്കിൽ ആങ്ങളെയോ, ഇങ്ങനെ ആ പെൺകുട്ടിയുടെ രക്ഷിതാവ് ആരാണോ അവരുടെ അടുക്കൽ പോയി വിവാഹം ആലോചിക്കുക എന്നതാണ് ഇസ്ലാമികമായി ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യം. അവളോട് പോയി ആലോചിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവളുടെ രക്ഷിതാവിനോട് പോയി ആലോചിക്കുക എന്നതാണ് അസ്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അവിടുന്ന് നേരിട്ട് പോയാണ് വിവാഹം ആലോചിച്ചത്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിച്ചു. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിയാണ് വിവാഹം ആലോചിക്കുന്നത്. ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടാൽ അവളുടെ രക്ഷിതാവിന്റെ അരികിൽ ചെന്ന് വിവാഹം ആലോചിക്കുക എന്നതാണ് അതിന്റെ ഏറ്റവും ശരിയായ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം ആലോചിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നിട്ടുണ്ട്. റസൂലുള്ളാഹിയാണ് ചെല്ലുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമ അന അഖൂക്, നബിയെ ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ, ഞാൻ താങ്കളുടെ സഹോദരൻ മാത്രമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത അഖി ഫീ ദീനില്ലാഹി വ കിതാബിഹി, അല്ലാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിൽ അതെ താങ്കൾ എൻ്റെ സഹോദരനാണ്. എന്നാൽ വഹിയ ലീ ഹലാൽ, അവൾ എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കാൻ അനുവാദമുള്ള സ്ത്രീയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ കൂട്ടുകാരുടെ മക്കൾ അവരോട് പലപ്പോഴും പെരുമാറാറുള്ളത് അവന്റെ മകളോടോ പെങ്ങളോടോ പെരുമാറുന്ന പോലെ. എന്നിട്ട് പറയും, നിന്റെ പെങ്ങള് എന്റെ പെങ്ങളെ പോലെ തന്നെയാണ്. എങ്ങനെ ഇവന്റെ പെങ്ങളെ അവന്റെ പെങ്ങളെ പോലെ ആവുക? ഇവനും ഈ പറഞ്ഞ രണ്ടാളുകൾ തമ്മിൽ പരസ്പരമുള്ള സുഹൃത്ത് ബന്ധമല്ലാതെ ഒരു കുടുംബ ബന്ധമില്ല, ഒരു മുലകുടി ബന്ധമില്ല, ഒന്നുമില്ല. രണ്ടൊരു കൂട്ടുകാരാന്ന് മാത്രം. പക്ഷെ ആളുകൾ ചിലപ്പോൾ പറയും, നിന്റെ പെങ്ങൾ എന്റെ പെങ്ങളെ പോലെ തന്നെയാണ്. അങ്ങനെ പറയുന്നതിലല്ല പ്രശ്നം. അതിനേക്കാൾ ഗുരുതരമായത് അതിനുശേഷം അവർ പരസ്പരം പെങ്ങളും ആങ്ങളും പോലെ തന്നെയാണ് സംസാരിക്കുക, ഇടപഴകുകയൊക്കെ ചെയ്യാൻ. അത് ഒരിക്കലും അനുവദിക്കപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാക്ക് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, അതെ താങ്കൾ എന്റെ സഹോദരനാണ് ദീനിന്റെ കാര്യത്തിൽ, പക്ഷേ അവൾ എനിക്ക് അനുവദിക്കപ്പെട്ട സ്ത്രീയാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം ആലോചിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തത്. ചില സ്ത്രീകൾ ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ അവർക്ക് വലിയ ഉണ്ടായിരിക്കുകയില്ല, അല്ലെങ്കിൽ അവർ വിധവയോ മറ്റോ ആയതിനാൽ, അല്ലെങ്കിൽ കുറച്ച് വിവേകമുള്ള സ്ത്രീയായി അറിയപ്പെട്ട അവളുടെ കാര്യങ്ങൾ സ്വയം തന്നെ ചെയ്യുന്ന രൂപത്തിലുള്ള സ്ത്രീകളായിരിക്കാം. അത്തരം സ്ത്രീകളോട് അവരോട് നേരിട്ട് തന്നെ വിവാഹം ആലോചിക്കുന്നതും അനുവദനീയമാണ്. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയെ വിവാഹം ആലോചിച്ചത് അങ്ങനെയാണ്. എന്നാൽ പൊതുവെ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ വിവാഹം ആലോചിക്കുന്ന ചെറിയ പെൺകുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ അവരുടെ അരികിൽ ചെന്നാണ് വിവാഹം ആലോചിക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. വിവാഹം ആലോചിക്കുന്നത് പാടില്ലാത്ത സ്ത്രീകളുണ്ട്. ചില സ്ത്രീകളോട് വിവാഹം ആലോചിക്കാൻ പാടില്ല. അത് നേർക്കുനേരെ വിവാഹം ആലോചിക്കാനും പാടില്ല. വിവാഹം ആലോചിക്കുക എന്ന സൂചന പോലും അവരോട് സംസാരത്തിൽ പാടില്ലാത്തവരുമുണ്ട്. 4 വിഭാഗം ആളുകൾ അവരോട്, അല്ലെങ്കിൽ 5 വിഭാഗം ആളുകൾ അവരോട് വിവാഹം ആലോചിക്കാൻ പാടില്ല. ഒന്നാമത്തേത് വിവാഹിതയായ സ്ത്രീ. മറ്റൊരാളുടെ ഭാര്യയായി കഴിയുന്ന ഒരു സ്ത്രീയോട് വിവാഹം ആലോചിക്കുക എന്നത് പാടില്ല. അവരോട് നേർക്കുനേരെ വിവാഹം ആലോചിക്കാനും പാടില്ല. അതല്ലെങ്കിൽ സൂചനകളിലൂടെ വിവാഹം ആലോചിക്കാനും പാടില്ല. അത് വളരെ ഗുരുതരമായ തെറ്റാണ്. ഹറാമുകളിൽ ഗുരുതരമായ തെറ്റാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയോട്, അല്ലെങ്കിൽ വിവാഹിതയായ ഒരു സ്ത്രീയോട് പോയി വിവാഹം ആലോചിക്കുന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ കാലഘട്ടം വളരെ മോശമായിട്ടുണ്ട് എന്നതുകൊണ്ട് ഈ രൂപത്തിലുള്ള പലതും ആൾക്കാർക്കിടയിൽ നടക്കുന്നത് കാണാം. വിവാഹിതയായ സ്ത്രീകൾ അവരെ തലാഖ് ചെല്ലാനോ അല്ലെങ്കിൽ ഓടിപ്പോരാനോ ഒളിച്ചോടാനോ പ്രേരിപ്പിക്കുന്ന ആളുകൾ ഗുരുതരമായ തിന്മയാണ് ചെയ്യുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ഖബ്ബബ ഇംറഅതഹു ലൈസ മിന്നാ മൻ ഖബ്ബബ ഇംറഅതൻ അലാ സൗജിഹാ. തന്റെ ഭർത്താവ് ഉണ്ടായിരിക്കെ അയാളുടെ കാര്യത്തിൽ അയാളുടെ ഭാര്യയെ നശിപ്പിക്കുന്നവൾ, അവളെ മോശപ്പെടുത്തുന്നവൾ, അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഈ പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, മറ്റ് ഫിത്നകൾ കാരണത്താൽ ഈ പറഞ്ഞ പലതും കാണാം. പല ഇത്തരം മോശമായ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ, നേരെ വിവാഹം ആലോചിക്കാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവർ നിങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞില്ല, നിങ്ങളൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ വിവാഹിതയായ പെൺകുട്ടിയെ കണ്ടാൽ ചില രക്ഷിതാക്കൾ ചിലപ്പോൾ ഈ വാക്ക് പറയാറുണ്ട്. ആ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടുണ്ടാവും, അവളോട് തന്നെ പോയിട്ട് പറയും, നിങ്ങളെ വിവാഹം കഴിക്കും, നിങ്ങളൊക്കെ മുന്നുണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ നിങ്ങളെ കല്യാണം ആലോചിക്കരുത്. പെൺകുട്ടി വിവാഹം കഴിച്ച പെൺകുട്ടിയാണ്, അവളോട് അങ്ങനെ പറയരുത്, അവളോട് ആ വാക്ക് പറയരുത്. അത് അവളുടെയും ഭർത്താവിന്റെയും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നമുണ്ടാക്കിയേക്കാം. അപ്പോൾ വിവാഹം കഴിച്ച സ്ത്രീയോട് ഒരിക്കൽ വിവാഹം ആലോചിക്കരുത്. വിവാഹിതയായ സ്ത്രീയോട് വിവാഹം ആലോചിക്കുക എന്നത് ഹറാമാണ്. ഞാനിത് തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ആരെങ്കിലും വിവാഹം ആലോചിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഉണ്ട്, ഈ രൂപത്തിൽ ചില ആളുകൾ ചെയ്യാറുണ്ട്. ചില ആളുകൾ വ്യക്തമായി പറയും, ചില ആളുകൾ അവ്യക്തമായ രൂപത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തും. നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുടുംബത്തിൽ നമ്മൾ അറിയാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് ഒരു പെൺകുട്ടി വിവാഹിതയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം അവരോട് പോയി വിവാഹം ആലോചിക്കുക എന്നത് ഗുരുതരമായ വൻപാപങ്ങളിൽപ്പെട്ട തിന്മയാണ് എന്നതിൽ സംശയമില്ല, പാടില്ലാത്ത കാര്യമാണ്. ഇത്തരം സൂചനകൾ പോലും നൽകാൻ പാടില്ല. അതിൽ പെട്ടതാണ് ചില ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ, നാട്ടിലെ ഭാഷയിൽ ഞരമ്പിന് പ്രശ്നമുള്ള ആൾക്കാർ എന്നും പറയാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ പറഞ്ഞത് ഹൃദയത്തിൽ രോഗമുള്ളവരെന്നാണ്, ഹൃദയത്തിൽ വൃത്തികേടുള്ളവർ. അത്തരം ആളുകൾ വേറൊരുത്തന്റെ ഭാര്യ അവരുടെ സുഖവരം അന്വേഷിക്കുക, എന്താണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താണ് മീൻ വാങ്ങിച്ചിട്ടുള്ളത്, വീട്ടിൽ എന്താണ് സാധനം വാങ്ങിച്ചിട്ട്, ഇതൊന്നും ഒരു മറ്റൊരാളുടെ ഭാര്യയോട് ചോദിക്കേണ്ട കാര്യമേ അല്ല. പൊതുവെ ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയങ്ങളിൽപ്പെട്ട വേറൊരാളുടെ ഭാര്യയുടെ സുഖവരം ചോദിക്കുക എന്നുള്ളതിന്റെ മുറുവത്തിൽപ്പെട്ടതല്ല, നല്ല മര്യാദയിൽപ്പെട്ടതല്ല. നിങ്ങളെ ഭാര്യയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കേണ്ടതില്ല. ഭാര്യയ്ക്കുള്ള സുഖം കാര്യം വേറൊരു അന്യ പുരുഷൻ അറിയേണ്ടതില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കൂ, മറിയം ബീവിയുടേതല്ലാത്ത മറ്റൊരു മുഅ്മിനത്തായ സ്ത്രീയുടെയും പേരില്ല. പേര് മറച്ചു വെക്കുക എന്നതുവരെ അറബികളുടെ സ്വഭാവത്തിൽപ്പെട്ട. ഖുർആൻ പൊതുവെ ഖുർആനിൽ എവിടെ എന്തില്ല, മറിയം ബീവിയുടെ അല്ലാത്ത വേറൊരു സ്ത്രീയുടെയും പേരില്ല. ബാക്കിയെല്ലാം ഇമ്രഅത്തു ഫിർഔൻ, ഇമ്രഅത്തു നൂഹ്, ഇമ്രഅത്തു ലൂത്ത്, ഫിർഔനിന്റെ ഭാര്യ, ലൂത്തിന്റെ ഭാര്യ, നൂഹിന്റെ ഭാര്യ എന്നാണ് ഖുർആനിലുള്ളത്. അപ്പോൾ ഇത് മുറൂഅത്തിൽപ്പെട്ടതാണ്. മറ്റൊരാളുടെ ഭാര്യ അവരോട് പോയി സുഖവരം അന്വേഷിക്കുക എന്നത് വേണ്ടതില്ലാത്ത കാര്യം, ഒഴിവാക്കേണ്ട കാര്യമാണ്. അത്യാവശ്യത്തിനല്ല സംസാരിക്കേണ്ടത് പോലുമില്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒന്നാമത്തേത് അൽ മുതസവ്വിജ, വിവാഹം കഴിച്ച സ്ത്രീ അവളോട് വിവാഹം ആലോചിക്കുക എന്നത് വ്യക്തമായിട്ടോ അല്ലാതെ വിവാഹം ആലോചിക്കുന്ന ഹറാമാണ്. രണ്ടാമത്തേത് അൽ മർഅത്തുൽ മുതല്ലഖതു തലാഖൻ റജ്ഇയ്യൻ ഫി ഇദ്ദതിഹ, ഒരു സ്ത്രീ അവളെ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടുണ്ട്, അവളുടെ ഇദ്ദ കാലഘട്ടത്തിലാണ് അവൾ ഉള്ളത് എങ്കിൽ, ഇദ്ദ കാലഘട്ടം കഴിഞ്ഞിട്ടില്ല, ആ ഇദ്ദ കാലഘട്ടത്തിൽ അവളെ തിരിച്ചെടുക്കാവുന്ന തലാഖ് രണ്ട് രൂപത്തിലാണ്, തലാഖ് റജ്ഇ, തലാഖ് ബാഇൻ. അതായത് തിരിച്ചെടുക്കാവുന്ന തലാഖും തിരിച്ചെടുക്കാൻ പറ്റാത്ത തലാഖും. ഒന്നാമത്തെ തലാഖ് ചൊല്ലിയാൽ ഇദ്ദ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാം, ഭർത്താവിന് തിരിച്ചെടുക്കാം, വിവാഹം കഴിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നാണ്. രണ്ടാമതൊരു അഖദിന്റെ ആവശ്യം, രണ്ടാമതൊരു കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യം പോലും, അയാൾക്ക് നേരെ തിരിച്ചെടുക്കാം. രണ്ടാമത്തെ തലാഖിലോ ഇതേപോലെ തന്നെ തിരിച്ചെടുക്കാം. മൂന്നാമത്തെ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പാടില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതാണ്. മൂന്നാമത്തെ തലാഖ് ചൊല്ലിയാൽ പിന്നെ വേറെ ആളെ കല്യാണം കഴിച്ചതിന് ശേഷം വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെയും രണ്ടാമത്തെയും തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ അവളുടെ ഇദ്ദ പീരീഡിൽ, അവളുടെ ഇദ്ദ കാലഘട്ടത്തിൽ ആ സ്ത്രീയോട് പോയി വിവാഹം ആലോചിക്കുക എന്നത് ഹറാമാണ്.
വ്യക്തമായിട്ടും ആലോചിക്കാൻ പാടില്ല, സൂചനകളിലൂടെ ആലോചിക്കാൻ പാടില്ല. വ്യക്തമായി ആലോചിക്കാൻ പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാൻ ആ സ്ത്രീയോട് പറയാൻ പാടില്ല. അല്ലാതെ അവ്യക്തമായി പറയാനും പാടില്ല. നിങ്ങളെ ഇദ്ദാ പീരീഡ് കഴിഞ്ഞാൽ അറിയിക്കണം എന്ന രൂപത്തിൽ പറഞ്ഞു വെക്കരുത്. ഇത് രണ്ടും പാടില്ല. അപ്പൊ ഇദ്ദാ പീരീഡിൽ ഇരിക്കുന്ന ഭർത്താവിന് തിരിച്ചു വിളിക്കാൻ കഴിയുന്ന രൂപത്തിൽ നിൽക്കുന്ന സ്ത്രീ അവളെ വിവാഹം ആലോചിക്കുന്നത് ഹറാമാണ് എന്നതിൽ ഇജ്മാ ഉണ്ട്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് രണ്ടാമത് വിവാഹം ആലോചിക്കാൻ പാടില്ലാത്ത സ്ത്രീ. മൂന്നാമത്തേത് അൽമർഅതു തലാഖൻ ബാഇനൻ ഫി ഇദ്ദതിഹാ. ഒരു സ്ത്രീ അവൾ തലാഖ് ചെല്ലപ്പെട്ടിരിക്കുന്നു, മൂന്നാമത്തെ തവണ തലാഖ് ചെല്ലപ്പെട്ടിരിക്കുന്നു. പക്ഷെ അവളുടെ ഇദ്ദാ കാലഘട്ടത്തിൽ അവളുടെ അരികിൽ പോയി വ്യക്തമായ രൂപത്തിൽ വിവാഹാലോചന നടത്തരുത്. ഒരു സ്ത്രീ മൂന്നാമത്തെ തലാഖ് ചൊല്ലിയിട്ടുണ്ട്, 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, മൂന്നാമത്തെ തലാഖ് ചൊല്ലിയിട്ടുണ്ട്. അവളുടെ ഇദ്ദാ പീരീഡിൽ അവളുടെ അരികിൽ പോയി വ്യക്തമായ രൂപത്തിൽ അവൾ വിവാഹാലോചിക്കരുത്. എനിക്ക് നിങ്ങൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശമുണ്ട് എന്ന് അവളോട് പറയരുത്. എന്നാൽ തൽമീഹൻ, അവ്യക്തമായ രൂപത്തിൽ അവളോട് വിവാഹാലോചന നടത്തുന്നത് അനുവദനീയമാണ്. അവ്യക്തമായ രൂപത്തിൽ വിവാഹാലോചന നടത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ വിവാഹാലോചിക്കുന്നുണ്ട്, അല്ല ഏതെങ്കിലും സ്ത്രീകളെ കിട്ടുകയാണെങ്കിൽ വിവാഹം കഴിക്കാനുണ്ട്, തലാഖ് അല്ലേതാണെങ്കിലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ അവർക്ക് അവരെ വിവാഹം ആലോചിക്കുന്നതായി വ്യക്തമായി വാക്ക് കൊടുക്കാതെ സൂചനകളിൽ ഈ പറഞ്ഞ കാര്യം അറിയിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പറയാ നിങ്ങളുടെ ഇദ്ദാ കാലം കഴിയുമ്പോൾ ഒന്ന് സൂചിപ്പിക്കണം എന്ന രൂപത്തിൽ വിവാഹാലോചന ഇദ്ദാ കാലഘട്ടത്തിൽ സൂചനയായി പറയാം, വ്യക്തമായി പറയാൻ പാടില്ല. വ്യക്തമായി പറയാൻ പാടില്ല. ഇതാണ് മൂന്നാമത്തെ അവസ്ഥ. നാലാമത്തെ അവസ്ഥ, ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരിച്ചിരിക്കുകയാണ്. അത്തരം സ്ത്രീകൾ, ഭർത്താവ് മരിച്ച സ്ത്രീ, അവൾക്ക് ഇദ്ദ ഉണ്ട്. ഇദ്ദാ കാലഘട്ടത്തിൽ അവളോട് വ്യക്തമായി തലാഖ് ആവശ്യപ്പെടാൻ പാടില്ല. എന്നാൽ സൂചനയോടുകൂടി തെറ്റിപ്പോയി, വ്യക്തമായി അവളുടെ വിവാഹം ആലോചിക്കാൻ പാടില്ല, സൂചനയോടുകൂടി വിവാഹം ആലോചിക്കാവുന്നതാണ്. സൂചന എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇത് വ്യക്തമായി പാടില്ല, സൂചനയോടുകൂടി പാടാന്നൊക്കെ പറ്റുന്നൊക്കെ പറയുന്നത്? ഒന്നാമത് പറഞ്ഞതിൽ അവൾ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ്. തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിലും അയാളുടെ ഭാര്യ തന്നെയാണ്. അയാൾക്ക് തിരിച്ചെടുക്കാവുന്ന രൂപത്തിൽ അവൾ ഇപ്പോഴും കീഴിലുണ്ട്. എന്നാൽ രണ്ടാമത്തേതിൽ ഇപ്പൊ ഈ പറഞ്ഞ അവസാനം പറഞ്ഞ 2 കാര്യങ്ങളിൽ അയാൾ ഇവളുടെ ഭർത്താവ് എന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ട്. 3 തലാഖ് ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ ഇനി അയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അയാളുടെ അടുക്കൽ നിന്ന് ബന്ധം വേർപിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞാലും അവളെ ഇനി മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാവുന്ന രൂപത്തിലാണ് കാര്യമുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ 2 അവസ്ഥകളിൽ വ്യക്തമായ വിവാഹാലോചന പാടില്ല, എന്നാൽ സൂചനകൾ പാടില്ല. സൂറത്തുൽ ബഖറയിലെ 235-ാമത്തെ ആയത്താണ് വിഷയത്തിൽ തെളിവ്. ആയത്ത് ഞാനിവിടെ വായിക്കാൻ സമയം കുറച്ചായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നാലാമത്തേത് സഹോദരങ്ങളെ, വിവാഹം ആലോചിക്കപ്പെട്ട സ്ത്രീയെ പോയി വിവാഹാലോചിക്കരുത്. വേറെ ഒരാൾ വിവാഹം ആലോചിച്ച് വിവാഹാലോചന നിലനിൽക്കുന്ന അവസ്ഥയിൽ ആ പെൺകുട്ടിയെ പോയി വിവാഹം ആലോചിക്കരുത്. മുസ്ലിമായ ഏതെങ്കിലും ഒരാൾ ഒരു പെൺകുട്ടി വിവാഹം ആലോചിച്ചിട്ടുണ്ട്. ആ വിവാഹാലോചന അവിടെ എന്താ പറയാ, അത് ശക്തിയോടുകൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ, അത് അവർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ ഇടയിൽ പോയി വേറെ വിവാഹാലോചിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം, വലാ യഖ്തുബു അലാ ഖിത്ബതി അഖീഹി. 2 മിനിറ്റ്. വലാ യഖ്തുബു അലാ ഖിത്ബതി അഖീഹി. ഒരാൾ തന്റെ സഹോദരന്റെ വിവാഹാലോചനക്ക് മുകളിൽ വിവാഹം ആലോചിക്കരുത്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പറഞ്ഞത് ചില സന്ദർഭങ്ങളിൽ അനുവദിക്കപ്പെടും. വേറൊരാൾ വിവാഹം ആലോചിക്കുന്ന സമയത്ത് വിവാഹം ആലോചിക്കുന്നത് ചില സമയത്ത് അനുവദിക്കപ്പെടും. ഒന്നാമത്തെ രൂപം, വിവാഹം ആലോചിച്ച വ്യക്തി അയാളുടെ വിവാഹാലോചന പിൻവലിച്ചു എന്ന് വിചാരിക്കാം, എങ്കിൽ വിവാഹാലോചിക്കാം. ഒരു പെൺകുട്ടിയെ ഒരാൾ വിവാഹാലോചിച്ചു, അയാൾ ആ വിവാഹാലോചനയിൽ പിന്മാറി, അയാൾ വേറെ വിവാഹാലോചനയിലേക്ക് പോയി എങ്കിൽ ഒന്നാമത്തെ പെൺകുട്ടിയെ മറ്റൊരാൾക്ക് വിവാഹം ആലോചിക്കാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം, ഒരു പെൺകുട്ടി അയാളെ ഒരു വ്യക്തി വിവാഹം ആലോചിച്ചു, എന്നിട്ട് അയാൾ തന്നെ പറയാൻ, നീ പോയിട്ട് വിവാഹം ആലോചിച്ചോ, ഞാനിന്ന് പിന്മാറിയിട്ടുണ്ട് എന്ന് പറയാൻ. ഇങ്ങനെ അയാളുടെ അനുമതിയോടുകൂടിയും, വിവാഹം ആലോചിച്ച വ്യക്തിയുടെ അനുമതിയോടുകൂടിയും വിവാഹം ആലോചിക്കാവുന്നതാണ്.
രണ്ട് അവസ്ഥകൾ ഈ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇതിനുള്ള സൂചനകളുണ്ട്. അവിടുന്ന് പറഞ്ഞു ഹത്താ യത്റുക്കൽ ഖാതിബു ഖബ്ലഹു, ഒന്നല്ലെങ്കിൽ വിവാഹം ആലോചിച്ച വ്യക്തി തന്റെ വിവാഹമാലോചന അവസാനിപ്പിച്ചാൽ, അതല്ലെങ്കിൽ ഔ യഅ്ദന ലഹു അൽ ഖാതിബ്, വിവാഹം ആലോചിക്കുന്ന വ്യക്തി അനുമതി നൽകിയാൽ അയാൾക്ക് വിവാഹം ആലോചിക്കുന്നതുമായി മുന്നോട്ട് പോകാം. മൂന്നാമത്തെ രൂപം സഹോദരങ്ങളെ, ചിലപ്പോൾ പെൺകുട്ടികൾ വിവാഹപ്രായമെത്തിയാൽ രക്ഷിതാക്കൾ വിവാഹാലോചനകൾ സ്വീകരിക്കുന്ന രൂപത്തിൽ കുറച്ച് സമയം നിൽക്കും. ആ സമയത്ത് എല്ലാവർക്കും വിവാഹം കഴിക്കാം, ആരാണോ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ചെല്ലാം. എന്നിട്ട് അവർ നോക്കിയിട്ട് ഈ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് ഒരാളുമായും അവർ വിവാഹാലോചനകൾ ഉറപ്പിച്ചിട്ടില്ല. പൊതുവെ പെൺകുട്ടി എല്ലാവരും വിവാഹം ആലോചിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ വിവാഹം ആലോചിക്കുക എന്നത് അനുവദനീയമാണ്. അത് നേരത്തെ പറഞ്ഞ രൂപത്തിൽ പെടുകയില്ല. പെൺകുട്ടി വിവാഹപ്രായം എത്തിയാൽ പലരും വിവാഹം ആലോചിക്കും. ഇങ്ങനെ ഈ വിവാഹമാലോചനകൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിവാഹം ആലോചിക്കുന്നത് അവർക്കിടയിൽ ഉറച്ചിട്ടില്ലെങ്കിൽ, എല്ലാവരും വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് എങ്കിൽ അത്തരം സന്ദർഭത്തിൽ വിവാഹം ആലോചിക്കുന്നത് അനുവദിക്കപ്പെടും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അതിന്റെ സൂചനകൾ കാണാം. ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞ ശേഷം ഇതിന്റെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ കൂടി വിശദീകരിക്കാം. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബി വസല്ലല്ലാഹു വസല്ലം വബറക അലാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം. അസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിവാഹം ആലോചിക്കുക എന്നത് അനുവദിക്കപ്പെടാത്ത 5 വിഭാഗം സ്ത്രീകളാണുള്ളത്. ഒന്ന്, വിവാഹിതയായിരിക്കുന്ന സ്ത്രീ. 2, തിരിച്ചെടുക്കാവുന്ന രൂപത്തിൽ തലാഖ് ചൊല്ലപ്പെടുകയും ഇദ്ദാ കാലഘട്ടം അവസാനിക്കുകയും ചെയ്യാത്ത സ്ത്രീ. 3, പരിപൂർണമായി 3 തലാഖുകളും ചൊല്ലപ്പെട്ട, ആദ്യത്തെ ഭർത്താവിന് തിരിച്ചെടുക്കാൻ പറ്റാത്ത സ്ത്രീയെ അവളുടെ ഇദ്ദാ കാലഘട്ടത്തിൽ വിവാഹമാലോചിക്കുന്നത് പാടില്ല. 4, ഭർത്താവ് മരിച്ച് ഇദ്ദയിരിക്കുന്ന സ്ത്രീ, അവളെ വിവാഹമാലോചിക്കുക എന്നത് പാടില്ല. ഈ പറഞ്ഞ അവസാനം പറഞ്ഞ 2 സൂചനകൾ നൽകാം, വ്യക്തമായി വിവാഹമാലോചിക്കാൻ പാടില്ല. 4, വിവാഹമാലോചിക്കപ്പെട്ട ഒരു സ്ത്രീ, അവൾക്ക് ആ പറഞ്ഞ വിവാഹമാലോചിച്ച പുരുഷനോട് താല്പര്യമുണ്ടായിട്ടുണ്ട് എങ്കിൽ പിന്നെ അയാളുടെ വിവാഹാലോചനക്ക് മുകളിൽ മറ്റൊരു വിവാഹാലോചനയുമായി ചെല്ലാൻ പാടില്ല. എന്നാൽ ഏതെങ്കിലും പെൺകുട്ടികൾ വിവാഹപ്രായമായതിനാൽ പലരും വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി ഏതെങ്കിലും ഒരു ആലോചനക്ക് പ്രത്യേകിച്ചൊരു പരിഗണന നൽകിയിട്ടില്ലാത്ത സന്ദർഭത്തിൽ വിവാഹം ആലോചിക്കാവുന്നതാണ്. ആ വിഷയത്തിൽ വന്ന ഒരു ഹദീസ്, അതിൽ മറ്റു ചില പാഠങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് അവരെ 3 തലാഖ് ചൊല്ലി. അവർ സ്വഹാബിയാണ്. അങ്ങനെ അവർ തലാഖ് ചൊല്ലി അവർ ഇദ്ദയിരുന്നു. ഇദ്ദ കാലാവധി കഴിഞ്ഞപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് വിവരമറിയിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞു, നബിയെ, എൻ്റെ ഇദ്ദ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അരികിൽ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനും അബൂ ജഹ്മും വിവാഹം ആലോചിച്ചു വന്നിട്ടുണ്ട്. 2 സഹാബികൾ എന്നെ വിവാഹം ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹിയാകട്ടെ ഫാത്തിമ ബിൻത് ഖൈസിനെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ, ഉസാമത്ത് ഇബ്നു സെയ്ദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ മുൻപ് തന്നെ ഉദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ അബൂ ജഹ്മിൻ ഫലാ യദഉ അസാഹു അൻ ആതിഖിഹി. അബൂ ജഹം, അദ്ദേഹം ഭാര്യമാരെ അടിക്കുന്നയാളാണ് എന്ന് പൊതുവെ അറിയപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അടിക്കാറുണ്ടായിരുന്നു എന്നാണ്. വഅമ്മ മുആവിയ ഫസുഅലൂകുൻ.
മുആവിയയാകട്ടെ തനിച്ച ദരിദ്രനാണ്. ലാ മാല ഇൻദഹു, കയ്യിൽ ഒരു പൈസയും ഇല്ലാതെയാണ് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത്. മുആവിയ റളിയല്ലാഹുവിന്റെ പിതാവ് അബൂ സുഫിയാൻ പൈസക്കാരനാണ്. പക്ഷെ അബൂ സുഫിയാൻ ചരിത്രത്തിൽ കാണാൻ അദ്ദേഹത്തിന് പൈസ ചെലവഴിക്കുന്നതിൽ പിശുക്കുണ്ടായിരുന്നു എന്നാണ്. മുആവിയ ദരിദ്രനാണ്. അബൂ ജഹ്മിനാകട്ടെ ഈ പറഞ്ഞ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇൻകിഹി ഉസാമത ഇബ്നു സൈദിൻ, നീ ഉസാമയെ വിവാഹം കഴിക്കുക. അങ്ങനെ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, ഞാൻ ഉസാമയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു തുടക്കത്തിൽ. റസൂലത്ത് പറഞ്ഞപ്പോൾ ഞാൻ കൈ ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസാമയാണോ നബിയെ? ഉസാമ റളിയല്ലാഹു അൻഹ അദ്ദേഹം അടിമയായിരുന്നു. ഫാത്തിമയാകട്ടെ ഖുറൈശിയാണ്, വലിയ തറവാട് ഉള്ള സ്ത്രീയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നതാണ് നിനക്ക് കൂടുതൽ ഖൈറായിട്ടുള്ളത്. അങ്ങനെ അവർ പറയുന്നു, ഞാൻ ഉസാമയെ വിവാഹം കഴിച്ചു. പിന്നീട് അറബി സ്ത്രീകൾ അസൂയപ്പെടുന്ന രൂപത്തിൽ ഉസാമ അദ്ദേഹത്തോട് എനിക്കും അദ്ദേഹത്തിന് എന്നോടും വലിയ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ അവർ പറയാം. ഈ ഹദീസിൽ നമ്മൾ പറഞ്ഞ വിഷയത്തിനുള്ള തെളിവുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? എന്റെ അരികിൽ മുആവിയയും അബൂ ജഹ്മും വിവാഹം ആലോചിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഒരേ സമയം രണ്ടാൾക്കാർ വിവാഹം ആലോചിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയുടെ വിവാഹാലോചന പറയുന്നത്. അപ്പൊ വിവാഹം ആലോചിക്കുക എന്നത് തുറന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീ അവളെ വിവാഹം ആലോചിക്കാൻ എല്ലാവരും യോജിച്ച സമയമാണ് എങ്കിൽ ആ സമയത്ത് വിവാഹം ആലോചിക്കുന്ന അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം വിവാഹം ആലോചിക്കുന്ന ആളുകളെ കുറിച്ച് എന്തെങ്കിലും ന്യൂനതകൾ പറയാൻ മാത്രമുള്ള ന്യൂനതകൾ ഉണ്ട് എങ്കിൽ അത് പറയുന്നത് തെറ്റല്ല എന്ന് മനസ്സിലാക്കാം. അത് ഗീബത്തിൽപ്പെട്ടതല്ല. ഒരാളെ കുറിച്ച് അയാളെ വിവാഹം ആലോചിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിയുടെ രക്ഷിതാവ് വന്ന് എന്തെങ്കിലും അന്വേഷിക്കാൻ, അതല്ലെങ്കിൽ പെൺകുട്ടിയെ കുറിച്ച് വിവാഹം ആലോചിച്ച പുരുഷൻ അന്വേഷിക്കാൻ, അവരെ കുറിച്ച് വിവാഹത്തിൽ പറയേണ്ടതായ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എങ്കിൽ, പറയേണ്ടതായ പ്രശ്നമുണ്ട് എങ്കിൽ, വിവാഹത്തെ ബാധിക്കുന്ന പ്രശ്നം എങ്കിൽ അത് പറയുന്നത് തെറ്റല്ല. ഉദാഹരണത്തിന് കള്ളുടിക്കുക, അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റുകളുള്ള ആളാണ് എങ്കിൽ വിവാഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അയാൾക്കോ അവൾക്കോ ഉണ്ട് എങ്കിൽ അത് പറയുന്നത് തെറ്റല്ല. അത് ഗീബത്തല്ല, മറിച്ച് അത് നസീഹത്തിൽപ്പെട്ടതാണ്. അത് അറിഞ്ഞിട്ട് പറയാതിരിക്കുക എന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ വഞ്ചനയാവുക. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? വിവാഹത്തെ ബാധിക്കാത്ത പ്രശ്നങ്ങളാണ് എങ്കിൽ, വിവാഹത്തിന് പ്രശ്നം ഉണ്ടാക്കാത്ത, കുടുംബബന്ധത്തിൽ കുഴപ്പമുണ്ടാക്കാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അത് പറയേണ്ടതില്ല. അത് പറയേണ്ടതില്ല. ഉദാഹരണത്തിന് അയാൾക്ക് എന്തെങ്കിലും ചെറിയ രോഗമുണ്ട്, ആ രോഗം വിവാഹത്തെ ബാധിക്കുന്നതല്ല. കയ്യിനൊരു വേദന ഉണ്ട്, കാലിനൊരു കടച്ചിലുണ്ട്, ഇതൊന്നും വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അല്ല. അപ്പോൾ ഒരാൾ ആലോചിച്ചു വരുമ്പോൾ അയാൾക്ക് എന്തൊക്കെയോ രോഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വിവാഹം നടക്കൂല. ചില ആളുകൾ അവർക്ക് ഒരു മാനസികമായി വേറെ ആൾക്കാർ വിവാഹം മുടക്കുന്നതിൽ താല്പര്യം കാണുന്ന ആളുകളുണ്ട്. ഇത് പാടില്ല, ഗുരുതരമായ തെറ്റാണ്. വേറെ ചില ആൾക്കാർ ഒരു കുറ്റവും പറയില്ല, വിവാഹം ആലോചിച്ചു വന്നാൽ ഒരു കുറ്റവും പറയാതെ അവർ വിവാഹം മുടക്കിക്കളയും. ഒരാളെ കുറിച്ച് വിവാഹം ആലോചിച്ചാൽ ഒരു ചിരി അങ്ങ് ചിരിക്കും, ഞാൻ ആലോചിച്ചു ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ ഗുരുതരമായ തെറ്റ്, കുഴപ്പം അയാൾക്കുണ്ട് എന്ന് ആളുകൾക്ക് തോന്നും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. നാളെ ചോദിച്ചു വന്നാൽ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും കുഴപ്പം പറഞ്ഞോ എന്ന് പറയുകയും ചെയ്യും. ഈ രൂപത്തിൽ ചതിയും ഹഖദ്, മുസ്ലിമീങ്ങളോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. ചില ആളുകൾ വിവാഹം നടക്കുന്നത് എങ്ങനെ മുടക്കും, ഇല്ലാത്ത പ്രശ്നങ്ങൾ പറയും. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സംഭവിച്ച് അവർ തൗബ ചെയ്ത, അവർ അവസാനിപ്പിച്ച്, അവർക്ക് പണ്ടെന്നോ പറ്റിപ്പോയ എന്തെങ്കിലും ഒരു തെറ്റ്,
അത് പറയേണ്ടതില്ല. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹം ആലോചിക്കുന്ന സന്ദർഭത്തിൽ പുരുഷൻ അവന്റെ അരികിൽ പറയേണ്ടതായ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ട് എങ്കിൽ അത് പറയണം. കല്യാണത്തെ ബാധിക്കുന്ന രോഗമുണ്ട് എങ്കിൽ അത് പറയണം. സ്ത്രീയും അതുപോലെ തന്നെ, അവൾക്ക് എന്തെങ്കിലും ന്യൂനതകളോ പ്രശ്നമോ ഉണ്ട് എങ്കിൽ അത് പറയണം, മറച്ചു വെക്കരുത്. പിന്നീട് അത് കാണുന്നത്, അത് വ്യക്തമാകുന്നത്, വെളിവാകുന്നത് അപകടം ഉണ്ടാക്കും. അവരുടെ വിവാഹബന്ധത്തെ തകർക്കാൻ അത് കാരണമാകും. അപ്പൊ എന്തെങ്കിലും ന്യൂനതകൾ അവർക്ക് പറയേണ്ടതായി ഉണ്ട് എങ്കിൽ, പറയേണ്ടതില്ലാത്ത ന്യൂനതകൾ ചില ആളുകൾ കൂടുതൽ സത്യസന്ധത എന്ന പേരിൽ പറയേണ്ടതില്ലാത്ത പ്രശ്നങ്ങൾ വരെ പറഞ്ഞാൽ അവസാനം കല്യാണം നടക്കൂല. എനിക്ക് വർഷത്തിൽ ഒരിക്കൽ ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ട്. ഇങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ന്യൂനതകൾ മൂന്നാലെണ്ണം കേൾക്കുമ്പോൾ ആൾക്ക് എന്തോ കുഴപ്പമുണ്ടോ ന്യൂന് എന്ന് തോന്നി അവസാനം കല്യാണം നടക്കാതാവും. പറയേണ്ടതില്ലാത്ത പ്രശ്നം പറയരുത്, ബുദ്ധി കാണിക്കണം. ഒരു എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും വിവാഹാലോചനയുടെ കാര്യമാണ് എങ്കിലും സത്യസന്ധതയുടെ പേര് പറഞ്ഞ് പറയേണ്ടതില്ലാത്ത പ്രശ്നം പറയരുത്, പറയേണ്ടതായ പ്രശ്നം പറയാതിരിക്കുകയും ചെയ്യരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. വിവാഹത്തെ ബാധിക്കുന്നത് മാനസികമോ ശാരീരികമോ ആയ പ്രശ്നമാണ് എങ്കിൽ അവരോടത് പറയുക എന്നത് നീതിയിൽപ്പെട്ടതാണ്. ഇതോടൊപ്പം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ സഹോദരന്മാരെ, സഹോദരിമാരെ, വിവാഹത്തിന് മുൻപ് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ, അബദ്ധങ്ങൾ, അത് കല്യാണത്തിന് മുൻപോ അല്ലെങ്കിൽ അത് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് വിവാഹത്തിന് മുൻപോ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമോ പറയേണ്ടതില്ല. അത് മറച്ചുവെക്കുകയാണ് വേണ്ടത്. പല ആളുകളും സത്യസന്ധതയുടെ പേര് പറഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ദിവസം തന്നെ ചിലപ്പോൾ ചില ആൾക്കാർ ഭാര്യയുടെ അടുക്കൽ പോയിട്ട് എനിക്ക് ഇങ്ങനെ പ്രേമബന്ധം ഉണ്ടായിരുന്നു, അവിടെ പ്രേമബന്ധം, ഇവിടെ പ്രേമം, ചില ആളുകൾ ഇതെന്തോ ഒരു ഭയങ്കര ഫഖർ പോലെ പറഞ്ഞു കളയും. അടുത്ത ദിവസം തന്നെ വിവാഹം തകരുകയും ആ പെൺകുട്ടി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അതല്ലെങ്കിൽ ചില ആളുകൾ കല്യാണം കഴിച്ചാൽ പെൺകുട്ടികളോട് കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കും, എനിക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ, അതാണ് സത്യം ചെയ്യും, അങ്ങനെ ആക്കി. ഒന്നും ചോദിക്കേണ്ടതില്ല, ഒന്നും ചോദിക്കാൻ പാടില്ല. അത് മര്യാദയിൽപ്പെട്ടതല്ല. അത് ചോദിക്കാതെ വിടുകയാണ് വേണ്ടത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ വിവാഹ ബന്ധത്തിൽ ഫിഖ്ഹിൽ നമ്മൾ പൊതുവെ പഠിക്കുന്ന ഒരു നിയമമുണ്ട്. അറബിയിൽ പറയാം, അൽ യഖീനു ലാ യസൂലു ബിശ്ശക്കി. വുളു നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ വുളു പോയോ എന്ന് സംശയം തോന്നുമ്പോഴത്തേക്ക് പോയിട്ട് വുളു പിന്നെ എടുക്കേണ്ടതില്ല. മറിച്ച് വുളു ഉണ്ട് എന്നുള്ളതാണ് യഖീൻ, ഉറപ്പുള്ള കാര്യം. ഉറപ്പുള്ളത് സംശയം കൊണ്ട് നീങ്ങൂല എന്ന് പൊതുവെ ഫിഖ്ഹിൽ പറയാറുണ്ട്. ഉറപ്പുള്ളത് സംശയം, അതായത് വുളു എടുത്തിട്ടുണ്ട് നമ്മൾ. ഞാൻ ദുഹറിന് വുളു എടുത്തിട്ടുണ്ട്, അസ്ർ നിസ്കരിക്കാൻ വന്നപ്പോൾ എനിക്കറിയാം ദുഹറിന് വുളു എടുത്തത്, ഇതിന്റെ ഇടയിൽ എപ്പോഴും വുളു പോയിട്ടുണ്ട്, ചെറിയ സംശയം, അതുകൊണ്ട് വുളു മുറിയില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. ഈ നിയമം കുടുംബ ബന്ധത്തിലേക്കും ബാധകമാണ്. ഭാര്യയുടെ കാര്യത്തിൽ, ഭർത്താവിന്റെ കാര്യത്തിൽ നമുക്ക് എന്താണോ ഉറപ്പുള്ളത് അത് സംശയത്തിന്റെ പേരിൽ തകർക്കരുത്. ഭർത്താവ് അയാൾ ചാരിത്രം സൂക്ഷിക്കുന്നവനാണ് എന്നതാണ് അസ്ല്, അതാണ് യഖീൻ, ഉറപ്പുള്ള കാര്യം. സംശയത്തിന്റെ പേരിൽ അയാളുമായുള്ള ബന്ധം തകർക്കരുത്. നിങ്ങളിന്ന് രാത്രി എവിടെയായിരുന്നു, നിങ്ങളെ ഫോൺ എന്ത്, നിങ്ങളെ വിഷയായിരുന്നല്ലോ, നിങ്ങൾ ആരെ വിളിച്ചിരുന്നത്. ഇതേപോലെ തന്നെ ഭാര്യയോടുള്ള അസ്ല്, അവളുടെ കാര്യത്തിൽ നമ്മുടെ അസ്ല്, അടിസ്ഥാനം, അവൾ ഇഫത്തുള്ളവളാണ്, അവൾ പരിശുദ്ധിയുള്ളവളാണ്. സംശയത്തിന്റെ പേരിൽ അവളെ മോശക്കാരിയാക്കരുത്. എത്ര കുടുംബ ബന്ധങ്ങളാണ് ഈ പറഞ്ഞ വാട്സപ്പ് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് തകരുന്നത്. ഗൾഫിലായിരിക്കും ഇയാള്, ഫോണിൽ നോക്കുമ്പോൾ ഓൺലൈൻ കണ്ടു, ഇതൊക്കെ ഓൺലൈൻ, ചിലപ്പോൾ കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെയാണ്, ചിലപ്പോൾ അവൾ ഓൺലൈൻ ആയിരിക്കൂല. ഇത് കണ്ടതിന്റെ പേരിൽ പിന്നെ ഇയാൾ തെറ്റി, പ്രശ്നമായി, ആകെ സംശയങ്ങളായി. ഇത് പാടില്ല. ഭർത്താവ് ഭാര്യയോട് ഉണ്ടാകേണ്ടത് ഉറപ്പാണ്, ഭാര്യക്ക് ഭർത്താവിനോടുള്ള ഉറപ്പാണ്. അതുപോലെ തന്നെ അനാവശ്യമായ ചൂഴ്ന്നന്വേഷണങ്ങൾ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച മര്യാദകളിൽ ഒന്നാണ് ദൂരപ്രദേശത്ത് നിന്ന് വരുമ്പോൾ പെട്ടെന്ന് പൊടുന്നനെ ഒരു രാത്രിയിൽ വന്ന് വാതിൽ മുട്ടരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വീട്ടിലേക്ക് വരുന്നതിന് വീടിന്റെ അടുത്തെത്തിയാൽ അദ്ദേഹം ചുമക്കുമായിരുന്നു എന്നാണ്. അദ്ദേഹം ചുമക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും രൂപത്തിലോ മറ്റോ ആണ് ഇരിക്കുന്നത് എങ്കിലും വൃത്തിയുടെ എന്തെങ്കിലും ചെയ്യുന്നതല്ല. ചിലപ്പോൾ
എന്തെങ്കിലും കാര്യത്തിലായിരിക്കും. ചിലപ്പോൾ മുടി ഒന്നും ശരിയാക്കിയിട്ടുണ്ടാവില്ല, ഡ്രസ്സ് എന്തെങ്കിലും വൃത്തിയായിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും വർത്താനം പറഞ്ഞിരിക്കും. അങ്ങനെ എന്തെങ്കിലും അയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യത്തിലാണ് ഭാര്യയെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതിന് കാര്യം ശരിയാക്കട്ടെ എന്നതിനു വേണ്ടി അദ്ദേഹം ചുമച്ചിട്ടാണ് വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നത്. വീട്ടിന്റെ കുറച്ച് മുന്നിലെത്തുമ്പോൾ ചുമക്കും. എന്നാൽ പല ആളുകളും ഇന്ന് നേരെ തിരിച്ചാണ്. ഒളിച്ചും പാത്തും പതുങ്ങി രാത്രി ഇങ്ങനെ വരാൻ, എന്താ അവിടെ നടക്കുന്നത്? അങ്ങനെ ആവരുത് ബന്ധങ്ങൾ. അപ്പോൾ സഹോദരങ്ങളെ, വിവാഹം ആലോചിക്കുന്ന സമയത്താകട്ടെ കല്യാണം കഴിഞ്ഞാലാകട്ടെ മുൻപ് നടന്ന തെറ്റുകളെല്ലാം പരസ്യമാക്കേണ്ടതില്ല. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത് മര്യാദയല്ല, ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നത് മര്യാദയല്ല, ചോദിക്കേണ്ടതില്ല. ഇനിയുള്ള ജീവിതം ശരിയാക്കുക. ഇത് കല്യാണ ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവനാന്റെ കുറവുകളായി പറയേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. വേറെ ആളുടെ കുറവ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ സഹോദര, നിനക്ക് അറിയാത്ത രൂപത്തിലുള്ള തസ്കിയത്തും നീ ഒരാൾക്ക് കൊടുക്കരുത്. ഒരാളെ കുറിച്ച് വിവാഹം ആലോചിച്ചു വന്നു, മാഷാ അല്ലാഹ് നിങ്ങൾ ഒരു നിലക്കും നോക്കണ്ട, ഭയങ്കര ഉഷാറാണ് എന്ന് പറഞ്ഞ അയാളെ മലക്കിനെ പോലെ ആക്കി കളയും. അവനാകെ ഈ മനുഷ്യനെ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസമായിരിക്കും. പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചു പറയാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ മോശമായതൊന്നും കണ്ടിട്ടില്ല. എനിക്ക് പരിചയമുള്ളത് എൻ്റെ 2 ദിവസത്തെ പരിചയം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല മനുഷ്യനാണ്, നല്ല കുട്ടിയാണ്, എനിക്ക് അത്രേ അറിയുള്ളൂ. നിങ്ങൾ പരിശോധിച്ചോളി. എന്നോടാണെങ്കിലും ചോദിക്കുന്നെങ്കിൽ എനിക്ക് ഇത്രേ അറിയാം. ഇങ്ങനെ പറയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞു, അയാൾ നല്ല വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നീ അയാളോടൊപ്പം ഒരു ദിവസം രാത്രി കഴിഞ്ഞുകൂടുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും യാത്ര പോവുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസം രാത്രി അയാളൊപ്പം കഴിഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ എവിടേക്കെങ്കിലും അയാളൊപ്പം യാത്ര പോയിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിനക്ക് അയാൾ അറിയില്ല. നമ്മൾ പലപ്പോഴും ആളുകളെ പറ്റി ഒരു 2 കാഴ്ച കാണുമ്പോഴത്തേക്ക് എല്ലാം അറിഞ്ഞതുപോലെ പറയരുത്. അപ്പൊ നമുക്ക് എന്താണോ അറിയുന്നത് അത് പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നല്ല സൂക്ഷ്മത വാക്കുകളിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ വാക്കുകൾ കൊണ്ട് ജനങ്ങളുടെ ബന്ധങ്ങൾ ചേരുകയും പിരിയുകയും ഒക്കെ ചെയ്തേക്കാം. നല്ല സൂക്ഷിച്ച് സംസാരിക്കണം. അതിൽ കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഉള്ള പ്രശ്നങ്ങൾ പറയാതിരിക്കലും പാടില്ല. കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി പറയാനും പാടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട മറ്റൊരു മസാല, ഒരു വിഷയമാണ് വിവാഹം ആലോചിക്കുന്ന പെൺകുട്ടിയെ നോക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യങ്ങൾ. പൊതുവെ ഇസ്ലാമിൽ അന്യ സ്ത്രീയെ നോക്കുക എന്നത് നിരോധിക്കപ്പെട്ട വിലക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ വിവാഹാലോചനയുടെ സന്ദർഭത്തിൽ ഈ പറഞ്ഞ കാര്യം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അത് അനുവദിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, വിവാഹം ആലോചിക്കാൻ പോകുന്ന പെൺകുട്ടി അവളെ വിവാഹം കഴിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന ഏതാണ്ട് ഒരു ഉറപ്പ് നിനക്ക് വേണം. അല്ലാതെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും പോയി കാണുക എന്നുള്ള സ്വഭാവം പാടില്ല. ചില ആളുകൾ വിവാഹത്തെക്കുറിച്ചുള്ള സംസാരം വരുമ്പോൾ തന്നെ പറയും, ഒരു 5-6 ഫോട്ടോ അയച്ചോ, എന്നിട്ട് ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ ചില ബ്രോക്കർമാരുടെ കയ്യിൽ കുറേ ഫോട്ടോസ് ഉണ്ടാവും, ഇങ്ങനെ കാണിച്ചു കൊടുക്കലായിരിക്കും. ഇങ്ങനെ അവനവന് അനുവാദമില്ലാത്ത പെൺകുട്ടികളെ കല്യാണം കഴിക്കണമെന്ന ഉദ്ദേശമില്ലാതെ പോയി നോക്കുന്നത് പാടില്ല. നീ ഒരു പെൺകുട്ടിയെ കുറിച്ച് കേട്ടു, അവളുടെ ചുറ്റുപാടുകളെ കുറിച്ച് കേട്ടു, അവളുടെ പ്രായം, അങ്ങനെ വിവാഹത്തിൽ ഏതാണ്ട് നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവളുടെ വീട് ഇവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി അവളെ കാണുക എന്നത് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി അവളെ ഒന്ന് കാണുക എന്നതേ ആവശ്യമുള്ളൂ. അപ്പോൾ നിനക്ക് അവളെ കാണാൻ പോകുന്നത് അനുവദനീയാണ്.
ഒരു പെൺകുട്ടി, നീ കോഴിക്കോടാണ്, പെൺകുട്ടി തിരുവനന്തപുരത്താണ്. നീ ഏതായാലും തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുക, അത്രയും ദൂരത്തുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ വിവാഹം ആലോചിക്കുന്നുണ്ട്. നീ പറയാൻ വരട്ടെ, കാണലോ, കാണുന്നോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഇങ്ങനെ തമാശക്ക് പോയി ഒരു അലസമായ രൂപത്തിൽ വെറുതെ പെണ്ണുങ്ങളെ പോയി കാണാന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടില്ല. ചില ആളുകളുടെ ധാരണ വിവാഹമാലോചന എന്ന പേരിൽ എത്ര പെണ്ണിനെ ഏത് പെണ്ണിനെ നോക്കാമെന്നാണ്. അങ്ങനെ നോക്കാൻ അനുവാദമല്ല. മറിച്ച് നീ ഒരു പെൺകുട്ടി വിവാഹം ആലോചിക്കാൻ ഏതാണ്ട് ഉറച്ചിട്ടില്ല, നീ നോക്കൽ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് നിനക്ക് അവളെ പോയി നോക്കാം. അങ്ങനെ നോക്കുന്നത് അനുവദനീയമാണ് എന്ന് മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. നോക്കണം. നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ നീ കാണണം. ചില ആളുകൾ ചിലപ്പോൾ പറയും, ഉമ്മ നോക്കിയാൽ മതി, ഉമ്മാന്റെ ഇഷ്ടമാണ് എനിക്ക്, ഉപ്പാന്റെ ഇഷ്ടമാണ് എനിക്ക്, പെങ്ങന്മാരെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് ആൾക്കാർ പോയി നോക്കും, ഉറപ്പിക്കും. അവസാനം ഇവൻ ഗൾഫിൽ നിന്ന് കല്യാണത്തിന്റെ 2 ദിവസം മുന്നേ വരും, പോയി കാണും, അവൻ ഇഷ്ടപ്പെടില്ല, എന്നിട്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറും. ഇത്ര കുടുംബങ്ങൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഗതികേടോട് കെട്ടിക്കളയും, കല്യാണം കഴിക്കും, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവനാൻ പോയി കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പറഞ്ഞ കാര്യം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, അവിടുത്തെ അരികിൽ ഒരിക്കൽ മുഹാജിറുകളിൽപ്പെട്ട ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാനിത് അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ആലോചിച്ചിട്ടുണ്ട്. റസൂലുള്ള ചോദിച്ചു, ഹൽ നദർത ഇലൈഹ, നീ അവളെ കണ്ടോ, അവളെ പോയി കണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ പോയി അവളെ കാണുക. ഫഇന്ന ഫീ അഅ്യുനിൽ അൻസാരി ഷൈഅൻ, അൻസാരികളുടെ കണ്ണിൽ മുഹാജിറുകൾക്ക് പറ്റാത്ത ചിലതുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, അൻസാറുകളുടെ കണ്ണ് കുറച്ച് ചെറിയ കണ്ണാണ്, മുഹാജിറുകളുടേത് വിടർന്ന കണ്ണാണ്. മക്കയിലുള്ള സ്ത്രീകൾ അവരുടെ കണ്ണ് വിടർന്ന കണ്ണാണ്. എന്നാൽ അൻസാരികൾ, പൊതുവെ മദീനക്കാരായ സ്ത്രീകൾ, അവരുടെ കണ്ണ് ചെറിയ കണ്ണാണ്. അപ്പൊ റസൂലുള്ളാഹി അത് ഓർമ്മപ്പെടുത്താൻ, അൻസാരികളുടെ പെൺകുട്ടികൾ അവരുടെ കണ്ണുകളിൽ മുഹാജിറുകൾക്ക് ചിലപ്പോൾ പറ്റാതെ പോയേക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്, അപ്പൊ നീ പോയി കാണും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാൻ. നോക്കൂ, നിങ്ങൾ ഒരു കണ്ണിലുള്ള പ്രശ്നമാണത്. ആളുകൾക്ക് പലപ്പോഴും അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങളും മറ്റൊക്കെ ഉണ്ടാവും. ചില ആളുകൾ ബ്രോക്കർമാരായിട്ടാണ് പലപ്പോഴും ഇത് കാണാറുള്ളത്. പെണ്ണിനെ കൊണ്ടേ കാണിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല, വളരെ മോശമായ വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നതാണ്. എന്താ അവൾക്ക് എന്താ ഇല്ലാത്തത്, കണ്ണില്ലേ, മൂക്കില്ലേ, തലയില്ലേ, കൈയില്ലേ, കാലില്ലേ, എന്തേല്ലേ എന്ന് വെക്കുന്ന, അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണാം. അങ്ങനെ ചോദിക്കാൻ അനുവാദമില്ല. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ അവർക്കുണ്ടായിരിക്കും. എന്നാൽ ഈ പറഞ്ഞ ഇഷ്ടം പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞേക്കണം, ജമാലും മഅഖൂൽ, പൊതുവെ ജനങ്ങൾക്ക് വ്യക്തമായി, ആളുകൾക്ക് പൊതുവെ മനസ്സിലാവുന്ന ഒരു ഭംഗിയുണ്ട്, അതാണ്. അതല്ലാതെ ലോകത്ത് ഏറ്റവും വലിയ ഭംഗിയുള്ള പെണ്ണ് എന്ന രൂപത്തിലുള്ള കാഴ്ചകളാവരുത്. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ, ഇസ്ലാം കൽപ്പിച്ച പ്രധാന കൽപ്പനകളിൽ ഒന്നാണ് അന്യ സ്ത്രീകളെ പുരുഷന്മാർ നോക്കരുത്, കണ്ണ് താഴ്ത്തണമെന്നത്. പുരുഷന്മാരെ സ്ത്രീകളും നോക്കരുത്, കണ്ണ് താഴ്ത്തണമെന്നത്. ഈ പറഞ്ഞ ഇസ്ലാമിന്റെ കൽപ്പന ഇല്ലാതെയായത് കാരണത്താൽ, ജനങ്ങളിൽ പലരും പാലിക്കാത്തത് കാരണത്താൽ വിവാഹബന്ധങ്ങൾ ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അവൻ 10-20 വയസ്സ് വരെ കണ്ടു വളർന്നിട്ടുള്ളത് സിനിമയിൽ മേക്കപ്പ് എല്ലാം ഇട്ട് വരുന്ന പെണ്ണുങ്ങളെയാണ്, വലിയ ഭംഗിയുള്ള സ്ത്രീകളെയാണ്. മാഗസിനിൽ കാണുന്നതാണ്, ഇവിടെ കാണുന്നതാണ്, ഇതിൽ കാണുന്നതാണ്. അതുകൊണ്ട് അവന്റെ കണ്ണിന് സാധാരണ അവന്റെ നാട്ടിലുള്ള ഒരു പെണ്ണിനെ പിടിക്കൂല. അവന്റെ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ അത്ര വലുതായിരിക്കും. കാരണം ഇത്രയധികം സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് അനുയോജ്യമായ ഭംഗി പോലും പറ്റാത്ത അവസ്ഥ വരും. അത് പിൽക്കാലഘട്ടത്തിൽ വിവാഹ ബന്ധത്തിലും ലൈംഗിക ബന്ധത്തിൽ വരെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഹറാമായ കാഴ്ചകൾ കാണുന്നത് പിൽക്കാലഘട്ടത്തിൽ വിവാഹ ബന്ധത്തിലും ലൈംഗിക ബന്ധത്തിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം, മോശമായ സ്ഥലത്തേക്ക് നോക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കണ്ണ് താഴ്ത്തുക എന്ന സുന്നത്ത് പാലിക്കാത്തതിന്റെ പ്രശ്നങ്ങളിൽ ഒന്നാണ് ആളുകൾക്ക് വിവാഹബന്ധം തുടരാൻ പറ്റാത്തത്.
അപ്പോൾ ഏതാണ്ട് ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കേണ്ട ഭംഗി അല്ലെങ്കിൽ അവന് യോജിച്ചതായ ഭംഗി അവളിലുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി പെൺകുട്ടിയെ നോക്കുന്നത് അനുവദനീയമാണ്. എവിടെ നോക്കാം? പെൺകുട്ടിയെ എങ്ങനെയാണ് നോക്കേണ്ടത്? പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ മുഖവും കൈയും മാത്രമേ നോക്കാൻ പാടുള്ളൂ. അങ്ങനെ അഭിപ്രായപ്പെട്ട ഫുഖഹാക്കൾ ധാരാളം പേരുണ്ട്. പെൺകുട്ടിയുടെ മുഖവും കൈയും മാത്രമാണ് നോക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാരുണ്ട്. ഒരാൾക്ക് ഒരു പെൺകുട്ടിയുടെ മുഖവും കൈയും കണ്ടതുകൊണ്ട് മാത്രം ആ പെൺകുട്ടിയോട് ഇഷ്ടവും തൃപ്തിയും ഉണ്ടായി എങ്കിൽ അൽഹംദുലില്ലാഹ്, പിന്നെ അയാൾ വിവാഹം കഴിയുന്നതിന് മുൻപ് നോക്കേണ്ടതില്ല. എന്നാൽ വിവാഹം ആലോചിക്കുന്ന വ്യക്തിക്ക് എത്ര വരെ നോക്കാം? പണ്ഡിതന്മാരിൽ ഒരു വിഭാഗമാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി. അദ്ദേഹം ശരിയായ അഭിപ്രായമെന്ന് തെരഞ്ഞെടുത്ത അഭിപ്രായം, അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഒരു സ്ത്രീ അവളുടെ മഹറമുകൾക്ക് മുൻപിൽ പുറത്തേക്ക് കാണിക്കുന്നത് എന്താണോ അത് ഒരാൾക്ക് വിവാഹം ആലോചിക്കുന്ന സന്ദർഭത്തിൽ കാണാവുന്നതാണ്. ഒരു മഹറമിന്റെ മുന്നിൽ, മഹറം എന്ന് പറഞ്ഞാൽ പുതാത്ത ആങ്ങള, വാപ്പ, ഇങ്ങനെയുള്ള എളാപ്പമാര്, ഇവരുടെയൊക്കെ മുൻപിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് നടക്കുക? തട്ടടും, മുടി കുറച്ച് കാണുന്നുണ്ടാവും, അതുപോലെ കൈ കുറച്ച് കാണുന്നുണ്ടാവും, കാലിന്റെ അടിഭാഗം കാണുന്നുണ്ടാവും. ഇങ്ങനെ ഒരു മഹറമായ പുരുഷന്റെ മുൻപിൽ ഒരു സ്ത്രീ എങ്ങനെയാണോ നിൽക്കുക, ആ രൂപത്തിൽ ഒരു പെൺകുട്ടിക്ക് അവളെ വിവാഹം ആലോചിച്ച അവളെ കാണാൻ വരുന്ന പുരുഷന് മുൻപിൽ നിൽക്കാവുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. വിവാഹം ആലോചിച്ച ആ പെൺകുട്ടി വിവാഹം ആലോചിക്കാൻ, ഏതാണ്ട് അവളെ കല്യാണം കഴിക്കാൻ ഉറപ്പിനോട് അടുത്ത ഒരു തീരുമാനമുണ്ടെങ്കിലേ പോയി കാണേണ്ടതുള്ളൂ. അല്ലാതെ ഇങ്ങനെ നാടൊട്ടാകെ നടന്ന് കാണുക എന്നുള്ള രീതി പാടില്ല. ആദ്യം അവളെ കുറിച്ച് അന്വേഷിച്ച് പിന്നീട് വിവാഹം ആലോചിക്കാൻ ഏതാണ്ട് ഉറപ്പുണ്ട്, എന്നിട്ട് മുന്നോട്ട് പോവാം എന്ന് തീരുമാനിച്ചാൽ പോയി കാണാം. പോയി കാണുന്ന സന്ദർഭത്തിൽ മുഖവും കൈയും കണ്ടതുകൊണ്ട് അയാൾക്ക് മതിയാവുമെങ്കിൽ അൽഹംദുലില്ലാഹ്. എന്നാൽ അയാൾക്ക് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടാകുന്ന രൂപത്തിൽ നോക്കുന്നതിന് വേണ്ടി അവളുടെ കുറച്ച് മുടി, അതുപോലെ തന്നെ അവളുടെ മുഖം, അവളുടെ കൈ മുഴുവനായിട്ട് കാണാനല്ല, കൈ കുറച്ച് ഭാഗം, അതുപോലെ തന്നെ കാലിന്റെ കണങ്കാലിന്റെ ഭാഗം, ഇങ്ങനെയുള്ള, അതുപോലെ അവളുടെ ശരീരത്തിന്റെ രൂപം, ഇത് നോക്കാൻ അനുവാദമുണ്ട്. ഇത് നോക്കുന്നത് അനുവദനീയമാണ്. ഹദീസിൽ അതിന് സൂചനകൾ കാണാം. റസൂലുള്ളാഹിയുടെ അരികിൽ വിവാഹത്തിനു വേണ്ടി താല്പര്യത്തോടു കൂടി വന്ന സ്ത്രീയെ റസൂലുള്ളാഹ് അവിടുന്ന് തല ഉയർത്തി നോക്കുകയും ആ സ്ത്രീയെ അവിടുന്ന് സൂക്ഷിച്ചു നോക്കുകയും ചെയ്തതായി ഹദീസിൽ കാണാം. സൂക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയതായി ഹദീസിൽ കാണാവുന്നതാണ്. അതുപോലെ വേറെയും ചില ഹദീസുകൾ അതിന് സൂചനകളുണ്ട്. സഹാബികളുടെ ചില വാക്കുകളിൽ അതിന് സൂചനകളുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഈ രൂപത്തിൽ കാണാം. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില പെൺകുട്ടികൾ നിഖാബിട്ട് വിവാഹം ആലോചിക്കുന്ന ആളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ തീർത്തും മറച്ച രൂപത്തിൽ, മുഖം മാത്രം കാണുന്ന രൂപത്തിൽ പോയി നിന്നാൽ ചിലപ്പോൾ വിവാഹാലോചനകൾ പൂർത്തീകരിക്കാൻ അയാൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് ചിലപ്പോൾ കാണേണ്ടത് കാണാനുള്ള ഇത് സാധിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് വിവാഹം ആലോചിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കരുത്. ഏതാണ്ട് വിവാഹം കഴിക്കുമെന്ന് ഉറപ്പുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ രൂപത്തിൽ നിൽക്കാം. അവരുടെ മുന്നിൽ പർദ്ദ ധരിക്കേണ്ടതില്ല, സാധാരണ ധരിക്കുന്ന ചുരിദാറോ മറ്റൊക്കെ വസ്ത്രങ്ങളൊക്കെ ധരിക്കാവുന്നതാണ്. ഇത് അനുവദനീയമാണ്. അതുപോലെ അയാൾക്ക് വേണ്ടി അവൾക്ക് ഭംഗി വർദ്ധിപ്പിക്കാവുന്നതാണ്. ഭംഗി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദിയായ, പൊതുവേ ഒരു പെണ്ണ് ഭംഗി കൂട്ടാൻ ഉദ്ദേശിച്ചാൽ അവളെ വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യും അത്രമാത്രം. അതല്ലാതെ ഒരു സ്ത്രീയുടെ രൂപമൊന്നാകെ മാറ്റിക്കളയുന്ന രൂപത്തിലുള്ള മേക്കപ്പ് ചെയ്യരുത്. അത് ഒരു നിലക്ക് ചതിയാണ്. പുരുഷനും ചെയ്യരുത്, സ്ത്രീയും ചെയ്യരുത്. ചെറുക്കന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്ത ഫോട്ടോ ഭയങ്കര വെളുത്തിട്ടാണ്, കമ്പ്യൂട്ടറിൽ വെളുപ്പിച്ചതാണ്. നേരിട്ട് കണ്ടുനോക്കിയപ്പോൾ ആളാകെ മാറിയിട്ടുണ്ട്, അതിൽ കണ്ട ആളെയല്ല അയാൾ. അതേപോലെ ചില മേക്കപ്പ് സെന്ററുകളിലേക്ക് പറഞ്ഞയച്ചാൽ പെണ്ണിനെ ആകെ അങ്ങ് മാറ്റിക്കൊണ്ടുവരും. അവൾ കുളിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതുവരെ പോയ ആളല്ല പിന്നെ തിരിച്ചു വരാം. അങ്ങനെ രൂപമാറ്റം ഉണ്ടാവും. അത് ചതിയാണ്.
പാടില്ല. തീർത്തും ആളെ വ്യത്യാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഭംഗി ഉണ്ടാക്കാൻ പാടില്ല. പൊതുവെ അവൾ എങ്ങനെയാണോ അങ്ങനെ, അതിൽ ചെറിയൊരു ഭംഗിയിൽ വർധനവ് വരുത്താം എന്നു മാത്രം. ഇത് ഒക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ തെറ്റുവരുത്തുന്നത് കാരണത്താൽ പല ബന്ധങ്ങൾ തകരാറുണ്ട്. എത്രയോ ആളുകൾ ഫോട്ടോ കണ്ട് കല്യാണം കഴിക്കും, പിന്നെ നേരിട്ട് കാണുമ്പോൾ ആള് വേറെയാണ്, രൂപം തന്നെ വേറെയാണ്. എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിവാഹങ്ങൾ കാണാറുണ്ട്. ഈ പറഞ്ഞ ചതി ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്ന് വ്യക്തമാക്കുന്നതിനോട് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പെൺകുട്ടിയെ നോക്കുന്നത് അനുവദനീയമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന് രണ്ട് രൂപമാണുള്ളത്. ഒന്ന്, പെൺകുട്ടിയുടെ അറിവോടുകൂടി നോക്കുക. അവളുടെ വീട്ടിൽ ചെന്നിട്ടോ മറ്റോ അവളുടെ വലിയ അറിഞ്ഞ് അവളുടെ രക്ഷാകർത്താവ് അറിഞ്ഞുകൊണ്ട് അവളെ കാണുക. അവളും അറിയുന്നുണ്ട്, ഈ നോക്കുന്ന ആൾക്കും അറിയാം. അങ്ങനെ നോക്കുന്നത് ആണ് ഒന്നാമത്തെ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ആ രൂപം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അദ്ദേഹം വിവാഹം ആലോചിക്കാൻ പോയപ്പോൾ, ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ പോയി അവളെ കാണുക. ഫഇന്നഹു അജ്ദറു അൻ യുഅ്ദമ ബൈനകുമാ, നിങ്ങൾക്കിടയിലുള്ള വിവാഹബന്ധം നിലനിൽക്കാൻ കൂടുതൽ സഹായിക്കുന്ന കാര്യമാണത്. അങ്ങനെ മുഗീറത്ത് ഇബ്നു ശുഅബ വിവാഹം ആലോചിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് വീട്ടുകാരോട് വിവാഹാലോചന പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ള എന്നോട് നിങ്ങളുടെ മകളെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാപ്പയും ഉമ്മയും പറഞ്ഞു, അത് സമ്മതിക്കൂല, അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അവർക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഈ പെൺകുട്ടി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫൻദുർ, നീ വന്ന് നോക്കിക്കോ. വഇല്ല ഫഅൻഷുദുക്, ഇല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നിന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്. അവളത് വലിയ ഗൗരവമായി പറഞ്ഞു. ഭയങ്കര ഗുരുതരമായ കാര്യമായിട്ടാണ് ആ പെൺകുട്ടി അത് കണ്ടത്. അതിൽ നിന്ന് മനസ്സിലാക്കാം അൻസാറുകൾ അല്ലെങ്കിൽ സഹാബികൾ എപ്രകാരമാണ് ഒരു അന്യ പുരുഷൻ തന്നെ കാണുന്നത് അവർ കണ്ടിരുന്നത് എന്ന്. ഒരു സഹാബിയായ ഒരാള് വന്നിട്ട് വിവാഹം ആലോചിക്കാൻ പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറയാൻ, നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, ഇല്ലെങ്കിൽ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടും, അള്ളാഹിനെ കുറിച്ച് ഞാൻ നിന്നെ പേടിപ്പിക്കാൻ, നീ അള്ളാഹിനെ സൂക്ഷിച്ചോ, ഇത് നബി നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നീ ഒരിക്കലും എന്നെ കാണാൻ വരരുത് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു തന്നെ. അങ്ങനെ അദ്ദേഹം പോയി കണ്ടു, വിവാഹം നടന്നു തന്നെ. ഈ ഹദീസിൽ ഇങ്ങനെ പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് നോക്കുന്നത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ രൂപം പെൺകുട്ടി അറിയാതെ നോക്കലാണ്. പെൺകുട്ടി അറിയാതെ എങ്ങനെ നോക്കുക? ഒന്നല്ലേ പെൺകുട്ടിന്റെ വീട്ടിൽ പിന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തോ മറ്റോ നോക്കാം, അതല്ലെങ്കിൽ വഴിയിലോ മറ്റോ നോക്കാം. ഇങ്ങനെ അവൾ പിന്നെ അറിയാതെ നോക്കുന്നത് അനുവദനീയമാണ്. സഹാബികൾ അവരുടെ ചരിത്രത്തിൽ ഈ രൂപം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖതബ അഹദുകുമുൽ മർഅത, നിങ്ങളിൽ ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം ആലോചിച്ചാൽ, ഫഇൻ ഇസ്തതാഅ അൻ യൻദുറ ഇലാ മാ യദ്ഊഹു ഇലാ നികാഹിഹാ ഫലിയഫഅൽ, അവളെ വിവാഹം കഴിക്കാൻ വേണ്ടതായ രൂപത്തിലുള്ള കാര്യങ്ങൾ അയാൾക്ക് നോക്കാവുന്നതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, അങ്ങനെ ഞാനൊരു പെൺകുട്ടി വിവാഹം ആലോചിച്ചു, അവളെ ഞാൻ നോക്കാറുണ്ടായിരുന്നു എനിക്ക് വിവാഹം കഴിക്കുന്ന രൂപത്തിൽ അവളോട് ഇഷ്ടം വരുന്നത് വരെ. ഇത് വിവാഹം ഏതാണ്ട് ഞാൻ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അവളെ ഞാൻ നോക്കാറുണ്ടായിരുന്നു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ. ഈ പറഞ്ഞതൊക്കെ വിവാഹം ഉറപ്പിക്കുന്നത് വരെയാണ്. പിന്നെയും നോക്കിയിരിക്കലും പിന്നെ വീഡിയോ കോൾ നടത്തലും ഫോട്ടോ അയച്ചു കൊടുക്കലും ഇതൊന്നും പറ്റില്ല. ഇതൊന്നും അനുവദനീയമല്ല. അതൊക്കെ നിഷിദ്ധമായ കാര്യങ്ങളിൽ തന്നെയാണ് ഉൾപ്പെടുക എന്നതിൽ സംശയമില്ല. വിവാഹം ആലോചിക്കുന്ന ആ സമയം വരെ, ഉറപ്പിക്കുന്നത് വരെ ഈ പറഞ്ഞ കാര്യം വിവാഹം ഉറപ്പിക്കുന്നതിന് വേണ്ടി നോക്കുന്നത് ഇസ്ലാം അനുവദിച്ച രൂപമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പറഞ്ഞ രണ്ട് രൂപങ്ങളിൽ ഏത് രൂപമാണ് കൂടുതൽ നല്ലത്? രക്ഷിതാവ് ഒക്കെ അവൾ അറിഞ്ഞുപോയി കാണുന്നതാണോ അല്ല വഴിയിൽ വെച്ച് നോക്കുന്നതാണോ? പണ്ഡിതന്മാർ ചില പറഞ്ഞു രണ്ടാമത്തെ രൂപം, അത് വഴികളിലും മറ്റും വെച്ച് അവൾ അറിയാതെ നോക്കുന്നതാണ് നല്ലത്. ഏറ്റവും പ്രത്യേകിച്ച് തുടക്കത്തിലാണെങ്കിൽ അവളെ വഴിയിലോ മറ്റോ വെച്ച് നോക്കുന്നതാണ് നല്ലത്. കാരണം അഥവാ ഇയാൾക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ
പിന്നെ അവളോട് അത് പറയുന്ന സന്ദർഭത്തിൽ അത് അവളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് നോക്കിയിട്ട് കണ്ടിട്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവളത് അറിയുന്നില്ല. അത് പറയുന്നതിലൊരു പ്രയാസവും വിവാഹം ആലോചിച്ച വ്യക്തിക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ വഴിയാണ് നല്ലത്. പക്ഷേ രണ്ടാമത്തെ വഴി സൂക്ഷിക്കണം. അയാളെക്കുറിച്ച് മോശമായത് വിചാരിക്കുന്ന രൂപത്തിൽ നോക്കരുത്. അവസാനം നോക്കിയിട്ട് പെൺകുട്ടി വീട്ടിൽ പോയി ഏതോ ഒരു പൂവാലൻ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് എന്ന് പരിഹരിച്ചു തരണമെന്ന് പറയുന്ന രൂപത്തിലാവരുത്. അതിൽ രാത്രി പിന്നെ ആളുകൾ അയാളെ പ്രശ്നത്തിലാക്കുന്ന രൂപത്തിൽ അങ്ങനെ നോക്കരുത്. ഏതൊരു കാര്യവും ഇസ്ലാമിലെ ഏത് വിധിയും നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പിന്നെ അവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ പറയും. ഞാൻ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഓരോന്നും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത്തരം വിധികളിൽ ചിലത് കേട്ടാൽ ചിലപ്പോൾ പ്രത്യേകിച്ച് വിവാഹം കഴിക്കാനുള്ള ചെറിയ പ്രായത്തിലുള്ള ആളുകൾ തെറ്റായി മനസ്സിലാക്കുകയോ പോയിട്ട് പിന്നെ എന്തെങ്കിലും അതുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കുകയോ ചെയ്യരുത് എന്നതുകൊണ്ടാണ് ഇത് അങ്ങനെ തന്നെ വിശദമായി പറയുന്നത്. അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. ഇങ്ങനെ പോയി നോക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത്. സഹോദരങ്ങളെ, വിവാഹമാലോചനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടി ഓർമ്മപ്പെടുത്തി നമുക്ക് അവസാനിപ്പിക്കാം. അത് എന്താണ്? വിവാഹം ആലോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പെൺകുട്ടിയോട് അനുമതി ചോദിക്കുക എന്നത്, പുരുഷനോട് മകനാണെങ്കിൽ അവനോട് കാര്യം പറയുക എന്നത് നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. പുരുഷന്റെ കാര്യത്തിൽ ആൺകുട്ടിയാണ് എങ്കിൽ, അവൻ പ്രായപൂർത്തി എത്തിയ ആൺകുട്ടിയാണ് എങ്കിൽ, ആ പുരുഷനോട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കാൻ ഒരാൾക്കും അനുവാദമില്ല. വാപ്പാക്കും അനുവാദമില്ല, ഉമ്മാക്കും അനുവാദമില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹം വിശദീകരിച്ചതായി കാണാം, ഒരു തന്റെ കുട്ടിയോട് എന്തു ഭക്ഷണം കഴിക്കണം എന്നത് ഒരാൾക്ക് നിർബന്ധിക്കാൻ അനുവാദമില്ല എന്നതുപോലെ തന്നെ തന്റെ മകനോട് ആരെ വിവാഹം കഴിക്കണം എന്നത് നിർബന്ധിക്കാൻ പിതാവിനോ മാതാവിനോ അവകാശമില്ല. നിർദ്ദേശിക്കാം. കാരണം ഇവനാണ് കല്യാണം കഴിക്കുന്നത്, അവനാണ് ജീവിക്കുന്നത്, അവനാണ് ഒപ്പം കൊണ്ടടക്കേണ്ടത്, വാപ്പയുമ്മയല്ല. ഇത് അവന്റെ ജീവിതമാണ്. അതുകൊണ്ട് ആൺകുട്ടികളോട് ഈ പറഞ്ഞ കാര്യം നിർബന്ധിക്കാൻ അവർക്ക് അനുവാദമില്ല. എന്നാൽ ആൺകുട്ടികളോട് പറയാനുള്ള കാര്യം എന്താണ്? രക്ഷിതാക്കൾ അവർ ശർഈയായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, നന്മകൾ നിന്റേത് ഉദ്ദേശിച്ചുകൊണ്ട് നിന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് പരിഗണിക്കാനും മുൻഗണനയിൽ വെക്കാനും നീയും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾ എന്നോട് പറയാൻ ആരാ എന്നൊക്കെ ചോദിക്കുന്ന രൂപത്തിൽ അവൻ ഉദർ പറയരുത്. മര്യാദയിൽ നല്ല രൂപത്തിൽ അവൻ ഒഴിഞ്ഞു മാറേണ്ടതുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നല്ല രൂപത്തിൽ പറയാൻ, ഒരിക്കലും അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലേക്ക് അവൻ ആ കാര്യങ്ങൾ എത്തിക്കരുത്. അതാണ് പുരുഷന്റെ കാര്യത്തിൽ. സ്ത്രീയുടെ കാര്യത്തിലോ, സ്ത്രീകൾ രണ്ട് തരക്കാരാണ്. ഒന്ന് വിധവകളായിട്ടുള്ള സ്ത്രീകൾ. വിധവകളായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടുണ്ട്. ഈ രണ്ട് രൂപത്തിലുള്ള വിധവകളായ സ്ത്രീകളാണ് എങ്കിൽ അവരോട് വിവാഹാലോചന വന്നാൽ അനുമതി ചോദിക്കുകയും അവരുടെ സമ്മതം വ്യക്തമായി ലഭിക്കുകയും വേണം. അല്ലാതെ അവർ വിവാഹം കഴിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അൽ അയ്യിമു അഹഖു ബിനഫ്സിഹാ മിൻ വലിയിഹാ. വിധവകളായ സ്ത്രീകൾ അവരുടെ കാര്യത്തിൽ അവർക്കാണ് ഏറ്റവും അവകാശമുള്ളത്. കാരണം അവൾ കല്യാണം കഴിച്ച് പുരുഷൻ എന്താണെന്ന് മനസ്സിലായതാണ്. പ്രത്യേകിച്ച് തൊലാഖ് എല്ലപ്പെട്ടതാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ അനുഭവിച്ചിട്ടുള്ള ചില പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് അൽ അയ്യിമു അഹഖു ബിനഫ്സിഹാ, വിധവകളായ സ്ത്രീകൾ അവരുടെ സ്വന്തം കാര്യത്തിൽ അവർക്കാണ് കൂടുതൽ അവകാശമുള്ളത്. അതുകൊണ്ട് അവരോട് അനുമതി ചോദിക്കുക എന്നത് നിർബന്ധമാണ്. അവരോട് അനുമതി ചോദിക്കുക എന്നത് നിർബന്ധമാണ്. മാത്രമല്ല അവർ വാക്കോടുകൂടി തന്നെ വ്യക്തമായി പറയണം, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ് എന്ന് വ്യക്തമായി പറയുക എന്നത് ആവശ്യമാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വിധവകളായ സ്ത്രീകൾ അവരെ വിവാഹം ആലോചിച്ചാൽ അവരുടെ അനുവാദമില്ലാതെ നിർബന്ധിച്ച് അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വലിയന് അവകാശമില്ല എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമല്ല. ഒരു പെൺകുട്ടി വിധവയാണ്, അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ വലിയന് യാതൊരു നിലക്കും അവകാശമില്ല. അപ്പൊ വിധവകളായ സ്ത്രീകൾ അവരുടെ വിവാഹത്തിൽ അവരുടെ അനുമതി ചോദിക്കണം. അവരെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്.
രണ്ടാമത്തേത് കന്യകകളായ സ്ത്രീകളാണ്, കന്യകകളായ പെൺകുട്ടികളാണ്. അവരോടും അനുമതി ചോദിക്കണം. പക്ഷേ അവരുടെ സമ്മതം അവർ വാക്കുകൊണ്ട് അറിയിക്കേണ്ടതില്ല. മറിച്ച് അവർ മൗനം പാലിച്ചാൽ തന്നെ അത് അവരുടെ സമ്മതമാണ്. അവർ വാക്കുകൊണ്ട് പറഞ്ഞാൽ അൽഹംദുലില്ലാ, വാക്കുകൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി വാക്കുകൊണ്ട് പറയാൻ അവർക്ക് പറ്റാത്ത രൂപത്തിൽ പെൺകുട്ടികൾ, ചിലപ്പോൾ കന്യകമാരായ സ്ത്രീകൾ, പൊതുവെ പെൺകുട്ടികൾ അവർക്ക് ലജ്ജയുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ശരീഅത്ത് അനുസരിച്ച് നമ്മൾ പൊതുവെ അല്ലാതെ പുറത്തേക്ക് ഇറക്കാതെ വളർത്തിയ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല ലജ്ജയുണ്ടായിരിക്കും. ലജ്ജയുണ്ട് എങ്കിൽ ചിലപ്പോൾ അവർ പറഞ്ഞുകൊള്ളണമെന്നില്ല. ലജ്ജ കാരണത്താൽ അവൾ മൗനം പാലിക്കുകയാണ് എങ്കിൽ അത് അവളുടെ സമ്മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ പെൺകുട്ടിയോട് അനുമതി ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നൽ ബിക്റ തസ്തഹി, അല്ലാഹുവിന്റെ റസൂലേ, കന്യകകളായ പെൺകുട്ടികൾ അവർ ലജ്ജിക്കുമല്ലോ അവർ മറുപടി പറയാൻ. അവരോട് അനുമതി ചോദിക്കണം എന്ന് എങ്ങനെ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്നുഹാ സുമാതുഹാ, അവളുടെ നിശബ്ദതയാണ് അവളുടെ സമ്മതം. പെൺകുട്ടിനോട് അനുമതി ചോദിച്ചവൾ മിണ്ടാതിക്കാൻ, അല്ലെങ്കിൽ അവളുടെ മുഖത്ത് ചിരി വന്നു, അതല്ലെങ്കിൽ അവൾ സന്തോഷം കാരണത്താൽ കരഞ്ഞു, അതല്ലെങ്കിൽ അവൾ വാപ്പാനും ഉമ്മാനും പിരിയേണ്ടി വരല്ലോ എന്ന് ആലോചിച്ചിട്ട് കരഞ്ഞു, ഇതൊക്കെ അവളുടെ അനുവാദമാണ്, സമ്മതമാണ്. നിനക്ക് കരയാം, കരച്ചിലോ ചിരിയോ ഒക്കെ ഉണ്ടാവും. സമ്മതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായാൽ അത് അവളുടെ അനുവാദമാണ്. അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ പറയും വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഇഷ്ടമാണ് എന്ന് പറയും. അങ്ങനെ പറയുന്നത് ഈ പറഞ്ഞ അനുവാദത്തിന്റെ രൂപത്തിൽപ്പെട്ട. ഇങ്ങനെ അനുവാദം അവളിൽ നിന്ന് വന്നാൽ അത് അവളുടെ മൗനം അവളുടെ സമ്മതമായി പരിഗണിക്കാവുന്നതാണ്. ഇത് ഈ പറഞ്ഞ രൂപത്തിൽ പെൺകുട്ടിയോട് അനുവാദം ചോദിക്കുന്നതിന്റെ വിധി എന്താണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, കന്യകകളായ പെൺകുട്ടികളോട് വാപ്പയാകട്ടെ, വലിയ ആരാണോ, വാപ്പ മരിച്ചിട്ടുണ്ട്, ആങ്ങളെയാണെങ്കിൽ അവർ ആരാണെങ്കിലും അനുവാദം ചോദിക്കുന്നത് സുന്നത്താണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലർ പറഞ്ഞു അത് സുന്നത്തല്ല, വാജിബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ അങ്ങനെ അനുവാദം ചോദിക്കുക എന്നത് വിവാഹത്തിന്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്, ഷർത്താണ്. സ്ത്രീയോട് ചോദിക്കാന്നുള്ളത്, പെൺകുട്ടിയോട് അനുമതി ചോദിക്കാതെ കല്യാണം കഴിപ്പിക്കരുത്. പല ആളുകളും ഇത് ഇന്ന് ശ്രദ്ധിക്കാതെയായിട്ടുണ്ട്. പെൺകുട്ടി അവൾക്ക് വിവാഹം ആലോചിച്ചാൽ ഇയാൾക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടാവും, അയാളെ ബിസിനസ് കൊണ്ടെടുക്കാനോ, ഇതിനൊന്നല്ല പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തേണ്ടത്. നിന്റെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മകൾ, അവളുടെ കാര്യത്തിലുള്ള ഹക്ക് നീ പാലിക്കേണ്ടതുണ്ട് എന്നത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വ ഇൻ അബത് ഫലാ ജവാസ അലൈഹ, ഒരു പെൺകുട്ടി വിവാഹം ആലോചിക്കപ്പെട്ടാൽ അത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഫലാ ജവാസ അലൈഹ, അവളെ വിവാഹം കഴിപ്പിക്കാൻ വലിയന് അനുവാദമില്ല. വിവാഹം ആലോചിക്കുന്ന സമയത്ത് പെൺകുട്ടിയോട് അനുമതി ചോദിക്കണം. അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ ചിലത് ഇൻഷാ അള്ളാഹ് പിന്നീട് കൂടുതൽ നമ്മൾ വിശദീകരിക്കും. സാന്ദർഭികമായി സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ വാക്കാൽ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഒന്ന്, വിവാഹം ആലോചിക്കുന്നതിന് വേണ്ടി ഇറങ്ങുമ്പോഴാകട്ടെ, വിവാഹമാലോചനയിലെ തീരുമാനം അറിയിക്കുന്നതിന് മുൻപാകട്ടെ ഇസ്തിഖാറ നിസ്കരിക്കുക, അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഇസ്തിഖാറ ഈ സന്ദർഭത്തിൽ ഓരോ പ്രധാന ഘട്ടങ്ങളിലും ഇസ്തിഖാറ നിസ്കരിക്കാം. ഇസ്തിഖാറ നിസ്കാരം എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുക, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ചൊല്ലുക. ആ ദുആ ചൊല്ലി അള്ളാഹു ഇത് ഖൈറാണെങ്കിൽ എനിക്ക് വിധിക്കണം, അള്ളാഹു ഇത് ഷർറാണെങ്കിൽ എൻ്റെ അടുത്ത് മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിക്കുക. അത് രക്ഷിതാക്കളും ചെയ്യട്ടെ, പെൺകുട്ടികൾ ചെയ്യട്ടെ, അതുപോലെ വിവാഹം ആലോചിക്കുന്ന ആൺകുട്ടികൾ ചെയ്യട്ടെ. എല്ലാവരും ഈ പറഞ്ഞ സുന്നത്ത്, ഈ പറഞ്ഞ കാര്യത്തിൽ പാലിക്കണം. അതെല്ലാ കാര്യത്തിലും പാലിക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യത്തിൽ അത് കൂടുതൽ ശ്രദ്ധിക്കണം. വിവാഹം ആലോചിക്കാൻ ഇറങ്ങുമ്പോൾ ഇസ്തിഖാറ നിർവഹിക്കട്ടെ. വിവാഹം ആലോചിച്ച് തിരിച്ചു വന്ന് ഒരു തീരുമാനം പറയുന്നതിന് മുൻപ് ഇസ്തിഖാറ നിർവഹിക്കട്ടെ. അതോടൊപ്പം അവന്റെ അടുത്ത, അവന് ദീനുമായി ബന്ധമുള്ള അവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്ന ആളോട് ശൂറ നടത്തട്ടെ, കൂടിയാലോചിക്കട്ടെ. ഇതൊക്കെ ചെയ്തതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണെങ്കിൽ പൊതുവെ ആ പറഞ്ഞ തീരുമാനത്തിന് ശേഷം ഖൈറാണ് അവനുണ്ടാവുക. അതുകൊണ്ട് തടുത്തു നീക്കപ്പെട്ടാലും അത് ലഭിച്ചാലും ഇൻഷാ അല്ലാഹ് അതിന്റെ അവസാനം, അതിന്റെ ആത്യന്തിക പര്യവസാനം അവന് ഖൈറായിട്ടായിരിക്കും.
വരിക എന്നതിൽ സംശയമല്ല ഇൻഷാ അള്ളാഹ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വിവാഹം ആലോചിച്ച് നീ അതിൽ നിന്ന് പിന്മാറിയാൽ പിന്നെ പെൺകുട്ടിയുടേതാകട്ടെ അതിൽ വിവാഹം ആലോചിച്ച് പുരുഷൻ്റെതാകട്ടെ അവരുടെ ഐബുകൾ പരസ്യമായി പറയുക എന്നത് ഒഴിവാക്കണം. അത് പറയരുത്. ചില ആളുകൾ വിവാഹം ആലോചിച്ചാൽ എന്തോ അത് മുടങ്ങിപ്പോയാൽ അവനൊരു പ്രശ്നം, അവനൊരു നാണക്കേടുള്ളത് പോലെ, അപ്പോൾ അവൻ പെൺകുട്ടിയുടെ കുഴപ്പങ്ങൾ പറയും, അതിൽ പരസ്യമാക്കും. പരസ്യമാക്കേണ്ടതില്ല. മാത്രമല്ല, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വിവാഹാലോചന എന്നത് തന്നെ പരസ്യമാക്കാൻ പാടില്ല, രഹസ്യമാക്കി നടത്തുക. ഒരു പെൺകുട്ടി വിവാഹം ആലോചിക്കുന്ന നാട്ടിലൊന്നും ആകെ അറിയിച്ചിട്ട് വിവാഹം ആലോചിക്കേണ്ടില്ല. നിന്റെ മകളെ വിവാഹം ആലോചിക്കാരെങ്കിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാവരെയും അറിയിക്കേണ്ടില്ല. ഇന്ന് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വന്നത് കാരണം ഒരാൾ തിന്നാലും ഉറങ്ങിയാലും കുടിച്ചാലും എല്ലാം അതിൽ സ്റ്റാറ്റസ് ഉണ്ടാവും. ഇതിൻ്റെ ആവശ്യമില്ല. ഇന്നലെ ഞാൻ ഇതാണ് കഴിച്ചത്, ഇന്ന് ഇതാണ് കഴിച്ചത്, ഇന്ന് നാളെ അങ്ങോട്ട് പോകുന്നുണ്ട്, മറ്റന്നാൾ ഇവിടെ. എന്തിനാണ് മനുഷ്യൻ അവൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നാടൊട്ടാകെ കൊട്ടിഘോഷിക്കുന്നത്? എന്ത് മര്യാദയാണ് അതിലുള്ളത്? അതിനേക്കാൾ ഗുരുതരമാണ് ഇത്, വിവാഹം ആലോചിക്കുന്നത് പരസ്യമാക്കാതെ. കാരണം അത് പിൻവലിഞ്ഞാൽ ഒരാളും അറിഞ്ഞിട്ടില്ല, അവർക്കും പ്രയാസമില്ല, നിനക്കും പ്രയാസമില്ല. അതുകൊണ്ട് രഹസ്യമാക്കുക എന്നത് പണ്ഡിതന്മാർ ഉപദേശിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വിവാഹം ആലോചിക്കുമ്പോൾ പിന്നെ പെൺകുട്ടിയുടെ വാപ്പാനോട് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ അത് പറയുമ്പോൾ ശ്രദ്ധിക്കുക, വാക്കുകൾ ശ്രദ്ധിക്കുക. ചില ആളുകൾ അവൻ്റെ എന്തോ ഒരു ഔദാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും പറയാം. ഞാൻ കുഴപ്പമില്ല, നോക്കട്ടെ എന്നൊക്കെ. അങ്ങനെ പറയരുത്. നിനക്ക് ഈ ലഭിച്ചത് അള്ളാഹു എന്നുള്ള നിഅമത്താണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കായിരിക്കണം നീ പ്രയോഗിക്കേണ്ടത്. അൽഹംദുലില്ലാ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഞാൻ അന്വേഷിച്ച പോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, നിങ്ങളെപ്പോലെ ഒരു കുടുംബത്തിലേക്ക് വരാൻ പറ്റിയ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള വാക്കുകളൊന്ന് ഉപയോഗിക്കട്ടെ. ഈ പറഞ്ഞതിലൊക്കെ നമ്മൾ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇനി അവൻ പിന്തിരിയാണെങ്കിലോ അപ്പോഴും അവൻ മാന്യമായ വാക്ക് ഉപയോഗിക്കട്ടെ. അവരുടെ ഐബുകളൊക്കെ എടുത്ത് പറയേണ്ടതൊന്നുമില്ല. അവൻ പറയട്ടെ, പിന്നെ നിങ്ങളെ പെൺകുട്ടി അള്ളാഹു അവർക്ക് ഖൈർ നൽകട്ടെ, നല്ല പെൺകുട്ടി തന്നെ. പക്ഷെ ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കാം, എന്തോ റബ്ബ് ഖദ്ദർ അല്ലാഹ് മാ ശാഅ ഫഅൽ, എനിക്ക് മനസ്സിൽ ഒന്നുകൂടി ആലോചിക്കണം എന്നൊരു തീരുമാനം. അങ്ങനെ ആ രൂപത്തിൽ ഇഅ്തിദാർ എന്നത് പണ്ഡിതന്മാർ പറഞ്ഞ അതൊരു ഫന്നാണ്, അതൊരു കലയാണ്. ഒരാളോട് ഒരു ഒഴിവ് കഴിവ് പറയാന്നുള്ളത്, അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കോലത്തിൽ ഒഴിവ് കഴിവ് പറയരുത്. അപ്പോൾ അത് പറയുന്ന സന്ദർഭത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട ചില മസലകളാണ് നമ്മൾ പറഞ്ഞത്, ഇതല്ലാതെ വിഷയങ്ങളുണ്ട്. പക്ഷേ വിവാഹം ആലോചിക്കുക എന്നതുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകളാണിത്. ഇൻഷാ അല്ലാഹ് വിവാഹവുമായി ബന്ധപ്പെട്ടതിൻ്റെ നിബന്ധനകളും മറ്റും അടുത്തയാഴ്ച നമുക്ക് വിശദീകരിക്കാം. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.